അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജോയ് എസ് ആണ്. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവദാസൻ കുടുംബമായി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഇന്നേക്ക് 100 വർഷങ്ങൾ പുറകോട്ട് നമ്മുടെ ഇന്നത്തെ ജനത എങ്ങനെയായിരുന്നോ അതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ സുവിശേഷ ദൗത്യവുമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ ദൈവം അത്ഭുതകരമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നു. ആകയാൽ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പരമാവധി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് കൊണ്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് അതിൽ സംബന്ധിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജോയ് എസ് അവറുകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങൾ സമയം വേർതിരിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ആരോമ ചാനലിനോടും പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്തിലുള്ള ദൈവദാസനോടുള്ള നന്ദി വിശേഷം അറിയിക്കുന്നു. വിശേഷാൽ ഇതിന്റെ പ്രേക്ഷകർ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ റിജോയ്. ഞാൻ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലായിരിക്കുന്നു. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവവേലയിലായിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ട്രിവാൻഡ്രത്ത്, അതായത് കേരളത്തിലെ ട്രിവാൻഡ്രം എന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എനിക്ക് മാതാവുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പിതാവ് മരണപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് എൻ്റെ വൈഫിന്റെ പേര് സുനിത എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ പേര് ഒരാള് ജൂനിയ എസ് റിജോയ്, രണ്ടാമത്തെ ആള് ജസിയ എസ് റിജോയ്. അങ്ങനെ 2 മക്കളാണ്. മൂത്ത മകള് ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം അവള് നാട്ടില് നഴ്സിംഗിന്റെ കാര്യങ്ങൾക്കായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. രണ്ടാമത്തെ ആള് ഇവിടെ നവോദയ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം 2 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും വളരെ അനുഗ്രഹമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയുള്ളതായ ചെറിയൊരു കാര്യങ്ങളാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം, ഞാന് നാട്ടില് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിയാത്ത ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. ബാല്യകാല അനുഭവങ്ങളിൽ ഒരു ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശേഷാൽ എൻ്റെ പിതാവ് ചെറുപ്രായത്തിൽ തന്നെ ഇവിടുന്ന് ചെന്നൈയിലേക്ക് മറ്റു ജോലി കാര്യങ്ങൾക്കായിട്ട് കടന്നു വന്നപ്പോൾ ഞാനും മാതാവും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല. ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടു. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട്. സഹോദരങ്ങൾ മറ്റാരുമില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് മാതാവ് എന്നോടൊപ്പമുണ്ട്. മാതാവും ഞങ്ങളെല്ലാവരും ഇവിടെ ആൻഡമാനിൽ ഇപ്പോൾ ദൈവിക വേലയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ചെറുപ്രായത്തിൽ അപ്പൊ പിതാവ് പോയി, പിന്നെ ഞാനും മാതാവും മാത്രമായി വീട്ടിൽ. അപ്പൊ ഞാൻ എൻ്റെതായ ഒരു ജീവിത ശൈലിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഭവനത്തിൽ നല്ല രീതിയിൽ കടന്നു വരും, ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ ചെറുപ്രായത്തിൽ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം, സൺഡേ സ്കൂളിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു. കാരണം എൻ്റെ പിതാവിന്റെ ആൾക്കാർ അത്രത്തോളം രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. മാതാവിന്റെ വീട്ടുകാരെല്ലാം രക്ഷിക്കപ്പെട്ട ആൾക്കാരും സഭാപരമായിട്ടുള്ള ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വളർത്തപ്പെട്ടു. പക്ഷെ ആദ്യകാലങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ടു പോയെങ്കിലും പിന്നെ പതിയെ ചർച്ചയിൽ നിന്ന് അകലുവാനുള്ളതായ ഓരോരോ കാരണങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തി. അങ്ങനെ ചർച്ചയിൽ നിന്ന് മാറിക്കൊണ്ടിരുന്നു. കൂട്ടുകെട്ടുകൾ, ഞാൻ ഏറ്റവും അധികം ഫ്രണ്ട്ഷിപ്പിന് വില കൽപ്പിച്ചു തുടങ്ങി. എനിക്ക് ഏറ്റവും അധികം കൂട്ടുകാരുണ്ടായത് മറ്റ് മതസ്ഥരായിട്ടുള്ള കൂട്ടുകാരാണ് എനിക്ക് ഏറ്റവും അധികം കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പോവുക, അവരോടൊപ്പം ജീവിക്കുക, അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ മറ്റു പല കാര്യങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി, മറ്റു പല കാര്യങ്ങളിൽ ജീവിച്ചു തുടങ്ങി. അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത്. പക്ഷേ എന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയം, ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രത്യേക പ്രാർത്ഥന വയ്ക്കാനായിട്ടിടയായി. അതാണ് എൻ്റെ രക്ഷയുടെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഞാൻ ഇന്നും കണക്കാക്കുന്നത്. കാരണം അവിടെ ഒരു സഭയുടെ ഒരു ദൈവദാസൻ കടന്നു വരുന്നു.
ആ ഒരു ദൈവദാസൻ അവിടെ കടന്നു വരികയും അദ്ദേഹം ലാസ്റ്റ് ദിവസം ലാസ്റ്റ് സെക്ഷനാ പോകുന്നത്. അപ്പൊ അന്ന് അവിടെ പോയി ചർച്ചിന്റെ ഏറ്റവും ബാക്കിലിരിക്കുന്നു. അന്ന് ഏറ്റവും അധികം കാര്യങ്ങൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പറഞ്ഞതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ അവിടെ പോയി ഇരുന്നത് കൊണ്ട് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നു എന്നുള്ള ഒരു തോന്നലാണ് മനസ്സിൽ ഞാൻ വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാനത് എന്താ പറയുന്ന മനസ്സിലൊരു വളരെ ദേഷ്യം ഉണ്ടാകുന്നു. ചർച്ചിലിരുന്ന് തന്നെ ആ ഒരു ദേഷ്യം ഉണ്ടാകുന്നു. ആരാധന എല്ലാം കഴിഞ്ഞതിന് ശേഷം പാസ്റ്ററിനെ സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജിനടുത്ത് വിളിച്ച് സ്വന്തം അദ്ദേഹത്തിന്റെ അടുത്തിരുത്തിയതിനു ശേഷം എന്നോട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ബ്രദറെ, ഇന്നതുപോലെ ചില വിഷയങ്ങളുണ്ട് ജീവിതത്തിൽ, ഇന്നതുപോലെ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് മാത്രം അറിയത്തക്ക കാര്യം, അല്ലെങ്കിൽ എനിക്ക് വേറൊരാളിന് മാത്രം അറിയത്തക്ക കാര്യം ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ച ആ വിഷയം. അപ്പൊ അന്ന് പാസ്റ്ററിനോട് പറയുക, അത് എന്താ പറയുന്നത്, അത് നീ ഇപ്പൊ അറിയണ്ട, അത് ഞാനും എന്റെ ദൈവമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ സംഭവം ഇതാണ്, നീ ഒരു കിണറ്റിന്റെ കരയിൽ നിൽക്കുക. അപ്പൊ കിണറ്റിന്റെ കരയിലെ കല്ലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, അത് ഏത് സമയത്തും താഴെ വീഴാം. അപ്പൊ വീണ് കഴിഞ്ഞാൽ നീ അകത്ത് പോകാനും സാധ്യതയുണ്ട്, പുറത്തു വരാനും സാധ്യതയുണ്ട്. പക്ഷെ നിനക്ക് പുറത്തു വരാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് യേശുവിന്റെ അല്ല. ഇന്ന് നീ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ടിടയാവും. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറയുവാനായിട്ടിടയായി. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇറങ്ങിയതിന് ശേഷം എനിക്കത് വലിയൊരു ചിന്തയായിട്ട് മാറി. അന്ന് തന്നെ ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ചില മാസങ്ങൾക്കകം തന്നെ ഞാൻ എന്ത് ചെയ്തു, രക്ഷിക്കപ്പെടുകയും അന്ന് തന്നെ രക്ഷിക്കപ്പെടുകയും ചില ദിവസങ്ങൾക്കകം സ്നാനപ്പെടുകയും ഉടനെ തന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പോകണം എന്നുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹത്തോടുകൂടി ബൈബിൾ കോളേജിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടിടെ. ബൈബിൾ കോളേജ് എന്നെ ഏറ്റവും അധികം വിശ്വാസം പഠിപ്പിച്ചൊരു സ്ഥലമാണ്. ഏറ്റവും അധികം വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ ഒരു സ്ഥലമായിരുന്നു എൻ്റെ ബൈബിൾ കോളേജ്. കാരണം ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഫെയ്ത്ത് ബൈബിൾ കോളേജ് റാന്നി, ഇന്നതില്ല. പക്ഷെ ആ ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കുന്നതായ സമയത്ത് അവിടെ അന്നും അറിയപ്പെട്ടിരുന്നത് വിശ്വാസ വീരന്മാരെ ഉത്ഭവിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമെന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്നും അതിന്റെ ഒരു പേരുണ്ട്. അന്ന് കാലത്ത് പഠിച്ചിരുന്ന, ആ പഴയ കാലത്ത് പഠിച്ചിരുന്ന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഹോട്ടല് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയാണ് ഞങ്ങൾ അന്ന് ആ ബൈബിൾ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബൈബിൾ കോളേജ് നടക്കുമ്പോൾ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വരും. നമ്മുടെ ഏറ്റവും അധികം നമുക്ക് കാണത്തക്ക രീതിയിൽ പല അനുഭവങ്ങളുണ്ടായി. 1-2 അനുഭവങ്ങൾ ഞാൻ ബൈബിൾ കോളേജിൽ പറയാൻ ആഗ്രഹിക്കും. കാരണം അതെന്റെ കണ്ണ് മുമ്പ് നടന്നത്. അന്ന് ഗേറ്റിന്റെ ചാവിയൊക്കെ എൻ്റെ കയ്യിലാണ് മിക്കവാറും ഇരിക്കാറ്. അപ്പൊ ഗേറ്റ് ഞാൻ സെക്കൻഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ഗേറ്റിന്റെ ചാവി എന്നെ ഏൽപ്പിക്കും. അപ്പൊ ഞാൻ അത് പൂട്ടിയിട്ട് ഗേറ്റിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാറ് എന്റെ പതിവ്. അപ്പൊ അവിടെ ഗ്രില്ലിട്ടിട്ട് ആ ഗ്രില്ല് നമ്മൾ അകത്ത് കയറുന്ന അവിടെ തന്നെ കിടന്നു. അപ്പൊ രാത്രി ഏതെങ്കിലും വാഹനം വരുവാണെങ്കിൽ അത് തുറന്നു കൊടുക്കണം, ഗേറ്റ് തുറക്കണം. അങ്ങനെയുള്ള ചെറിയ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാറ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങള് രാത്രി കാലത്ത് ഞങ്ങള് പിറ്റേന്ന് ഭക്ഷണമില്ല. പിറ്റേ ദിവസത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പൊ ഞാനും സാറും ഞങ്ങളെല്ലാം മേളിൽ നിന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും. നാളെ തൊട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം ഭക്ഷണമില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് സാറ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് സാറേ ഒരു ഉപവാസ പ്രാർത്ഥന വരെ ക്രമീകരിച്ച് അങ്ങ് മുമ്പോട്ട് പോയാലും ഓക്കെ. അങ്ങനെ ഉപവാസ പ്രാർത്ഥന വയ്ക്കാൻ തീരുമാനിച്ചു. 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നു. ക്ലാസ് എല്ലാം നിർത്തിവെച്ച് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. കാര്യം അവിടെ ഏറ്റവും അധികം ഉപവാസ പ്രാർത്ഥനകൾ അന്ന് നടക്കാറുണ്ട്. ഭയങ്കര ഉപവാസ പ്രാർത്ഥന, 21 ദിവസം ഉപവാസ പ്രാർത്ഥന, 7 ദിവസം ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഉപവാസ പ്രാർത്ഥന പഠിച്ചതും പ്രാർത്ഥനാ ജീവിതം പഠിക്കുന്നതും എല്ലാം, വിശ്വാസം പഠിക്കുന്ന എല്ലാ ബൈബിൾ കോളേജിലായിരുന്നു. കാര്യം അതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ആ ബൈബിൾ കോളേജിലേക്ക് ഇങ്ങനെ ചെന്നു, ആ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടാകുന്നു, ഭക്ഷണമില്ലാത്ത വലിയൊരു വിഷയം വരുന്നു, ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. 7 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഭക്ഷണമില്ല. അപ്പോ ആ 7ാമത്തെ ദിവസം ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ അന്ന് വൈകിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ 7ാമത്തെ ദിവസം, അതായത് നമ്മുടെ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഒരു രക്ഷയില്ല. അന്ന് ഞങ്ങൾ വീണ്ടും ടെൻഷനിലായി. ഞങ്ങൾ ടെറസിന്റെ മണ്ടയിൽ നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കിച്ചൺ മാനേജർ കൂടെ ആയിരുന്നതുകൊണ്ട് എന്താ കാര്യങ്ങളെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ ക്രമീകരിച്ചു. ഭക്ഷണം ഇല്ല എന്ന് വന്നിട്ട് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ ദിവസം ഞാനുണ്ട്, സാറുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പാൾ സാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ മേളിൽ നിൽക്കുക. മേളിൽ നിന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. നാളെ എന്ത് ചെയ്യും, ഇനിയൊന്നും അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് രാത്രി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും നടക്കത്തില്ല, നാളെ തൊട്ട് വീണ്ടും ഉപവാസ പ്രാർത്ഥന ചെയ്യുക, എന്തെങ്കിലും ചെയ്യാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് വരുന്നു. രാത്രി ഒരു 2:30 ആയപ്പോ, ഞാൻ അവിടെ നിന്ന് പറയാം, രാത്രി ഒരു 2:30 ആയപ്പോ ഞങ്ങളുടെ ഗേറ്റിന്റെ അടുത്തൊരു ശബ്ദം, ഒരു വണ്ടി ഹാണടിക്കുന്ന ശബ്ദം കേട്ടു. ഹാണടിക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ഞാൻ പോയി ഗേറ്റ് തുറന്നപ്പോ ഒരു ട്രക്ക് വന്ന് നിൽക്കുക, ഒരു 407 ഒരു ട്രക്ക് വന്ന് നിൽക്കുക. ട്രക്ക് നിറച്ച് സാധനം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഗേറ്റ് തുറന്ന് അവരോട് ചെന്ത് പറ്റി. കാര്യം അവിടെ താഴെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ താഴ്ഭാഗത്തുള്ള
കടകളുണ്ട്. അപ്പൊ അവിടെ ഈ ടയറൊക്കെ പഞ്ചറൊട്ടിക്കുന്ന കടകൾ. അപ്പൊ ഞാൻ ചിലപ്പോൾ അവിടെ വന്നതായിരിക്കാം ചിന്തിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നു. അവരോട് ചോദിച്ചു, പറഞ്ഞു അത് ഈ ഹോസ്റ്റലിലത്തേക്ക്, ഇവിടുത്തെ ഹോസ്റ്റലിന് ഭക്ഷണം കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ഇവിടുത്തെ ഹോസ്റ്റലിന് ഭക്ഷണം നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു രാത്രിയിൽ അത് ആ സിസ്റ്ററുടെ ഒരു സഹോദരൻ അതിലിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാ, രാത്രിയിൽ എന്റെ സഹോദരി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഇവിടെ ഭക്ഷണമില്ലാതിരിക്കുക, ഭക്ഷണം എത്തിക്കാൻ. ദൈവം എന്നോട് പറഞ്ഞു അവിടെ ഹോസ്റ്റലിൽ ഭക്ഷണമില്ല. അപ്പൊ രാത്രി 12:30 അവർ വിളിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ബൈക്കുളന് അടുത്തുള്ള തന്നെ ഒരു ആളിനെ വിളിക്കുന്നത്. അവര് രാത്രി 12:30 ശേഷം കട തുറപ്പിക്കുന്നു. കടയ്ക്കകത്തുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നു. പറമ്പിൽ നിന്ന് കപ്പയും ചേനയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതെടുക്കുന്നു. ലേബർ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാത്രി ചെയ്തിട്ട് രാത്രി 2:30-3 മണിയോട് അടുപ്പിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ഭക്ഷണം, അതായത് ഞങ്ങളുടെ മൊത്തം സ്റ്റോർ നിറയത്തക്ക രീതിയിലും അതിന്റെ പുറത്ത് വയ്ക്കത്തക്ക രീതിയിലുള്ളതായ ഭക്ഷണ കാര്യങ്ങൾ അവർ കൊണ്ടവിടെ എത്തിച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് 1 മാസത്തിനോട് അടുപ്പിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ അവർ മൊത്തം അവിടെ കൊണ്ട് വച്ചിട്ട് അവർ പോകാനായിട്ടിടയായി. അപ്പൊ അന്ന് ഞാൻ കണ്ട ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. കാര്യം ആർക്കത് മാറ്റം ഉണ്ടാക്കി? കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. രാത്രി ആരും അറിയാതെ തന്നെ ഞങ്ങൾ ഞാൻ സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സാധനങ്ങളെല്ലാം ഇങ്ങനെ വരിയിട്ട് അവരുടെ ലേബർ തന്നെ കൊണ്ടിറക്കുന്നു. ഞാനിത് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ അന്ന് ഞാൻ അവിടെ കാണാനായിട്ടിടയായി. അതെന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. അതുപോലെ തന്നെ വിറകിന്റെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. വിറകില്ലാതിരുന്ന സമയത്ത് ദൈവം അത്ഭുതം ചെയ്ത വിഷയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ വിശ്വാസം അവിടെ നിന്ന് ബൈബിളിൽ നിന്ന് പഠിക്കാനായിട്ടിടയായി. ആദ്യ വർഷത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും, കാര്യം വീട് വിട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നു, കൂട്ടുകാരെ വിട്ട് മാറി നിൽക്കുന്നു, ആ ഒരു വർഷം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും, ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു എങ്കിലും പിന്നെ അവിടെ നിന്ന് വിശ്വാസം പഠിച്ചിട്ട് ഇറങ്ങാനായിട്ടിടയായി. അപ്പൊ വിശ്വാസം പഠിക്കുന്ന ആ കാലത്ത് മനസ്സിലുള്ള ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് പോകണം. ബൈബിൾ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങനെയും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് പോകണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, നോർത്ത് ഇന്ത്യയിൽ പോകുക. അങ്ങനെ വന്നു ചില മാസങ്ങൾക്ക് തന്നെ ഞാൻ ഡൽഹിയിൽ പോകാനായിട്ടിടയായി. അപ്പൊ ഡൽഹിയിൽ പോകാൻ വേണ്ടി പോകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് തിങ്കളാഴ്ച ഞാൻ പോവുക. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥന നടപ്പുണ്ട്. അപ്പൊ ഞാൻ പലരെയും കാണാനായിട്ടൊക്കെ പോകുന്നു. പോയതിനു ശേഷം ആ പ്രാർത്ഥനയുടെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ അവിടെ വരുന്നത്. ഞായറാഴ്ച രാത്രി ഞാൻ അവിടെ എത്തുന്നു. തിങ്കളാഴ്ച രാവിലെ എനിക്ക് ഇത് ട്രെയിനിൽ പോകണം. അപ്പൊ ഞായറാഴ്ച രാത്രിയത്തെ മീറ്റിങ്ങിന് അവിടെ വരുന്ന സമയത്ത് ഒരു പാസ്റ്റർ, ഒരു ദൈവദാസൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ മീറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ ഓടിപ്പോയിട്ട് ആ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ ഒരു വിഷയമുണ്ട്, ഞാൻ ഡൽഹിക്ക് പോവാ, ഞാൻ ഇതുപോലെ സുശേഷീകരണത്തിനായിട്ട് പോവാ, ഒരു സുശേഷ പ്രവർത്തനമായിട്ട് ഇങ്ങനെ പോവാ, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് എന്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇങ്ങനെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറയുക, പാസ്റ്ററെ ഞാനൊരു വിഷയം പറയുക, ഞാൻ ദേവസ്വനോട് ഒരു വിഷയം പറയുക. ചില വർഷങ്ങൾ മാത്രമേ നിങ്ങൾ ഡൽഹിയിൽ നിൽക്കത്തുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അവിടെ അല്ല പ്രവർത്തനം. നിങ്ങളെ ഞാൻ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും, ഒരു ഐലൻഡിലേക്ക്. അപ്പൊ ഒരു പ്രവചന ശബ്ദം അതൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ടല്ല, ഒരു വാക്ക് അങ്ങനെ. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര ഒരു ചിന്തയായിട്ട് മാറി. എന്റെ മനസ്സിനത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഡൽഹി പോലുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു, നല്ല സ്ഥലമാണ്, അതായത് നല്ല ക്രമീകരിച്ചിരിക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ല, അവിടെ നിന്ന് ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും, ദ്വീപ സമൂഹങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുചെന്നതിന് ശേഷം ഞാൻ ഒരു തീപ്പന്തം പോലെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ബോള് പോലെ ഉപയോഗിക്കുമെന്ന് ഇങ്ങനെ പറയാനായിട്ടിടയായി. അപ്പൊ ഞാനിത് മനസ്സിലാക്കിയപ്പോ അന്ന് ദ്വീപ് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ആകപ്പാടെ എന്താ പറയുന്ന ഒരു വലിയൊരു ചിന്തയിലുള്ള ഒരു ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ പോലുള്ള സ്ഥലങ്ങളാണ് എന്റെ മനസ്സിലുള്ളത്. അല്ലാതെ എനിക്ക് ഇവിടുത്തെ ദ്വീപ്, അല്ലെങ്കിൽ ദ്വീപിൽ ഇങ്ങനെ ആൾക്കാർക്ക് വരാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഇറങ്ങാൻ പറ്റുമെന്നോ, ഇതൊന്നും മനസ്സിൽ അന്ന് ഒരു ചിന്തയുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന്, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ നാട്ടില് തിരിച്ചു വരികയും, അങ്ങനെ നിൽക്കുന്ന സമയത്ത് പപ്പയ്ക്ക് പെട്ടെന്ന് പാരലൈസ് ആയി. അങ്ങനെ 2 വർഷം വരെ എനിക്ക് ഒരിടവും പോകാൻ പറ്റാതെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം പിതാവിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നോർമൽ ആയതിനു ശേഷം, പിതാവ് നല്ല രീതിയിൽ നടക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ദിവസം പ്രഭാതത്തില് രാവിലെ ഒരു 3 മണിയോട് അടുപ്പിച്ച സമയത്ത് വന്നിരുന്നു. ഞങ്ങളെല്ലാം റൂമൊക്കെ വന്ന് നോക്കിയതിനു ശേഷം പോയി പിതാവ് ലോകത്തോട് മാറ്റപ്പെടുവാനായിട്ടിടെ. അപ്പൊ അത് കഴിഞ്ഞ് ഏകദേശം 2 മാസം, അപ്പൊ ഈ നാട്ടിൽ നിന്ന സമയത്ത് തന്നെ അവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ചെറിയ ചർച്ചിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു, ജോലിക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നാട്ടിൽ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു അവസരം ഉണ്ടായത്, എന്റെ ഒരു അങ്കിള് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഉണ്ടായിരുന്നു.
അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്ന സമയത്ത് പപ്പ, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് ലോകപരമായ കാര്യങ്ങളിലേക്ക് നടക്കുന്ന സമയത്ത് പപ്പ ഇടയ്ക്ക് ഇങ്ങനെ ഈ അങ്കിളിനെ കാണുന്ന സമയത്ത് പറയാം, നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇവനെ കൂടെ ഒന്ന് ആൻഡമാൻ ഐലൻഡിൽ കൊണ്ടുവരണം, കാരണം പപ്പയ്ക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയും. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് അങ്ങ് മാറും. അപ്പൊ ഇങ്ങനെ ഈ സ്ഥിരം ഉള്ള ഒരു ഡയലോഗ് ആയിരുന്നത്. അപ്പൊ ഇത് അങ്കിളിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്കിൾ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അങ്കിള് പുറത്തെങ്ങാണ്ടായിരുന്നു. ആ സമയത്ത് ആന്റി അവിടെ വന്നു. ആന്റി വന്നിട്ട് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററോട് ചോദിക്കുന്നു, ഇതുപോലെ ഹിന്ദി അറിയാന്നുള്ള ഒരു പാസ്റ്റർ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇവിടെ ഒരു വിജയ പാസ്റ്റർ ഉണ്ട്, ഒന്ന് വിളിച്ചിട്ട് പോയാൽ വലിയ ഇതായിരിക്കും, പുള്ളിക്ക് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുക. അങ്ങനെ എന്നോട് എന്താ, അപ്പൊ എന്റെ വീട്ടിലെ സാഹചര്യം നോർത്ത് ഇന്ത്യയിൽ പോകുക എന്നുള്ള സാഹചര്യമല്ല. കാരണം അമ്മ മാത്രമേ ഉള്ളൂ, ഇനി വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അപ്പൊ വീട്ടിൽ നിൽക്കണം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, അപ്പൊ ആന്റി എന്നോട് വന്ന് സംസാരിക്കുന്നു, ഇതുപോലെയൊക്കെയാണ്, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്കിളിന് ഫോൺ കൊടുക്കുന്നു. അങ്കിൾ പറഞ്ഞു, നിന്റെ പപ്പയുടെ ഒരു ആഗ്രഹമാണ്, നീ അത് ഒരിക്കലും തള്ളിക്കളയരുത്, ഇവിടെ വരണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ അതിനോട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റത്തില്ല, കാരണം സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. വീണ്ടും ഞങ്ങള് സംസാരിക്കുന്നു, കുടുംബമായിട്ട് സംസാരിക്കുന്നു. അപ്പോ ഓക്കെ പോവാന്നുള്ള ഒരു തീരുമാനത്തിൽ, പക്ഷെ എന്റെ മനസ്സ് ഒട്ടും അനുവദിക്കുന്നില്ല. കാരണം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കാര്യം പിതാവ് മരിച്ചിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് അങ്കിൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വരാനുള്ള ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അതെന്താണ് ഈ ഓക്കെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിന് അതത് സമയത്ത് ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് അത് വലിയൊരു വിഷയമാണ്. ദൈവം ആ കറക്റ്റ് സമയത്ത് ഓക്കെ ഓക്കെ എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ചിന്തിക്കും, ഞാൻ എന്തിനാ ഈ ഓക്കെ പറഞ്ഞത്, കാര്യം എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് ഈ ഓക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് ടിക്കറ്റ് പറഞ്ഞു കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നു, ടിക്കറ്റ് വരുന്നു. ആ ഒരു 3-ാമത്തെ മാസം, പിതാവ് മരിച്ച് 3-ാമത്തെ മാസം, മാർച്ച് മാസം 9-ാം തീയതി, ജനുവരിയിൽ പിതാവ് മരിക്കുന്നു, മാർച്ച് മാസം 9-ാം തീയതി ഞാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്ക് കടന്നു വരുന്നു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ കടന്നു വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ വന്ന് ഇറങ്ങിയ സ്ഥലം നല്ല സ്ഥലമാണ്, നല്ല സിറ്റി, നല്ല കടകള്, പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്ന് ഇറങ്ങുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ല, ഇവിടെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, നമുക്ക് മെഡിക്കലുണ്ട്, മറ്റെന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിൽ പോകണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മതി. അപ്പൊ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നോർത്ത് ആൻഡമാനാണ്. നോർത്ത് ആൻഡമാൻ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ, അത് വന്നിറങ്ങിയതിന്റെ പിറ്റേ ദിവസം രാവിലെ നോർത്ത് ആൻഡമാനിൽ വരണം. അപ്പൊ ഞങ്ങൾ അന്ന് ഒരു ചെറിയ ബസ്, അതായത് ബസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ബസ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴയ ബസ് പോലത്തെ, അന്ന് അത്ര വാഹനങ്ങൾ ഇടികളിപ്പോരിനില്ല. അപ്പൊ ഗവൺമെന്റ് ബസ്സിൽ ഞങ്ങൾ കയറിയിരുന്ന് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഏകദേശം കുറച്ച്, ഇനി ഞാൻ ആൻഡമാന്റെ കുറച്ച് വിശദീകരണം പറയുക, കാരണം ആൻഡമാനെ കുറിച്ച് പലർക്കും അത്രത്തോളം പ്രേക്ഷകർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ചുപേർ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ആൻഡമാന്റെ ഒരു ചെറിയ വിഷയം പറയാം. ഒത്തിരി ദ്വീപുകളുള്ള ഒരു സ്ഥലമാണ്, എന്നാലും 34 ദ്വീപുകളിൽ മാത്രം ഇന്നും ആൾ താമസമുള്ളൂ. മൊത്തം 38 ഐലൻഡുകളിൽ ആൾ താമസമുണ്ട്. ആ 38 ഐലൻഡുകളിൽ 4 ഐലൻഡുകൾ ഈ കോസ്റ്റ് ഗാർഡ്, മിലിറ്ററി അങ്ങനെയുള്ളവർ മാത്രമേ, പോലീസ് അങ്ങനെയുള്ളവർക്ക് മാത്രം. ബാക്കി 34 ഐലൻഡുകളിലും ആൾക്കാർ താമസമുണ്ട്. അപ്പൊ ഈ 34 ഈ ഐലൻഡുകൾ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഐലൻഡിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരുപാട് ഐലൻഡുകളിൽ നമുക്ക് പോകാൻ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ തന്നെ നമ്മളെ കൊണ്ടുപോകണം. അതിനുള്ള കാരണമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്നും ആദിവാസികൾ താമസിക്കുന്ന രീതിയിൽ താമസിക്കുന്നത്, ഞാൻ പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അധികം വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് വരാത്ത ആൾക്കാർ താമസിക്കുന്നത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് അവിടെ പോയി, ഇപ്പൊ ഞാൻ ആൻഡമാനിൽ താമസിച്ച് ഇവിടുത്തെ ഒരു സെറ്റിലർ ആയിട്ട് കൂടെ നമുക്കൊരു പെർമിഷൻ അവർ തരത്തില്ല, ഗവൺമെന്റ് പെർമിഷൻ തരത്തില്ല. കാര്യം അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പോകണമെങ്കിൽ പോലും ഒരാള്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരാള് നമ്മളെ ക്ഷണിക്കണം. ഇപ്പൊ ഇവിടെ തന്നെ നിക്കോബാർ എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ DC-യുടെ പെർമിഷൻ സ്പെഷ്യലായിട്ട്, ഇപ്പൊ അതും കൊടുപ്പ് നടത്തി എന്ന് പറയുന്നിട്ട് DC-യുടെ പെർമിഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബിഷപ്പ് ഉണ്ട്, ബിഷപ്പിന്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം. കാര്യം നിക്കോബാർ മുഴുവനും ക്രിസ്ത്യൻസ് എന്നാ പറയപ്പെടുന്നത്, ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ CNI ക്രിസ്ത്യൻസാ, അങ്ങനെയുള്ള ഒരു ഇതാണ് അവിടെ. അപ്പൊ അവിടെ നമുക്ക് അവിടുത്തെ ബിഷപ്പിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളതായ എല്ലാ ഐലൻഡുകൾക്കും അതിൻ്റെതായ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഈ സൗത്ത് മുതൽ നോർത്ത് വരെ നമുക്ക് എവിടെ വേണേലും പോവാം. ഇതിന്റെ ഇടയിലും ഈ ആദിവാസി സമൂഹങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അറിയാം, ഒരു അമേരിക്കൻ ഒരു മിഷണറി ഇവിടെ വന്നു, അദ്ദേഹത്തെ കൊന്നതായ ഒരു ഐലൻഡ് നമുക്കറിയാം, സെന്റിനൽസ് ഐലൻഡ് എന്ന് പറയുന്നതായ. അവിടെ ഒന്നും ആർക്കും പോകാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ അതിന് മേളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ പോലും നേരെ കൊണ്ടുപോകാനൊക്കത്തില്ല, കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ അമ്പെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പല ഐലൻഡുകൾ ഇന്നും ആൻഡമാനിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പുറത്തു വിടാൻ ഗവൺമെന്റിന് വലിയ താല്പര്യം
ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വക ഇവിടേക്ക് ആർക്കും പോകാനുള്ളതായ പല സ്ഥലങ്ങളിലും പോകാനുള്ളതായ പെർമിഷൻ ഇന്നും ഗവൺമെന്റ് നൽകുന്നില്ല. അതൊരു വാസ്തവമായ കാര്യം. പക്ഷെ ഈ സൗത്ത് ആൻഡമാൻ മുതൽ നമുക്ക് നോർത്ത് ആൻഡമാൻ വരെ ഏത് സമയത്തും നമുക്ക് യാത്ര ചെയ്ത് വരാം, വാഹനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം. അപ്പൊ എനിക്ക് ആദ്യത്തെ ദിവസത്തെ എന്റെ അനുഭവം, കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരിക, നോർത്ത് ആൻഡമാനിലേക്ക് പോവുക. അപ്പൊ ഈ ഒരു യാത്ര ഭയങ്കര ദുഷ്കരമായ യാത്ര. രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങുന്നു. 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം ഒത്തിരി സമയം നമ്മൾ എന്ത് ചെയ്യണം, വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ന് 1 മണിക്കൂർ കൊണ്ട് അവിടെ യാത്ര ചെയ്ത് പോകാം വാഹനത്തിന്. പക്ഷെ അന്ന് 1.5 മണിക്കൂറിന് മേളിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ വരെ എത്തത്തുള്ളൂ. അപ്പൊ അവിടെ പോയി നിൽക്കുന്നു. അവിടെ പോയിട്ട് ഒത്തിരി വാഹനങ്ങൾ പിന്നെ ഒരുമിച്ചേ പോകത്തുള്ളൂ. കാര്യം അവിടെ ജർവാസ് എന്ന് പറയുന്നതായ ഒരു പ്രത്യേക ഗ്രൂപ്പ് ആൾക്കാർ താമസമുണ്ട്. അന്ന് ഞാൻ വരുന്ന സമയത്ത് 2009-ലും അതിന് മുൻപുള്ള സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇച്ചിരി ഉപദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ അമ്പ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ പോകുന്ന വാഹനത്തിന്റെ മേളിൽ അവർ ചാടി ഇറങ്ങും. ഇറങ്ങിയിട്ട് വാഹനത്തിൽ അതിനകത്ത് കയറിയിട്ട് ഇതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തു പോകും. നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതെല്ലാം പിടിച്ചു പറിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഉപദ്രവങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് എപ്പോഴും വാഹനങ്ങളെ ഒരുമിച്ച് മാത്രമേ വിടത്തുള്ളൂ. പിന്നെ ഈ വാഹനങ്ങളിൽ നിന്ന് ആർക്കും അവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് അവിടെ. അപ്പൊ ഇത്രയും സ്ഥലം, ഒരു 45 കിലോമീറ്റർ സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ വാഹനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ഒരു ഓവർടേക്ക് ചെയ്യാനോ ഒന്ന് ഹാൺ അടിക്കാനോ ഒന്നും ഉള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ 45 കിലോമീറ്റർ അവരുടെ പോലീസ് സെക്യൂരിറ്റിയോട് കൂടെ തന്നെ എല്ലാ വാഹനങ്ങളെയും ഒരുമിച്ച് കടത്തിവിടും. 3-4 സമയത്ത് മാത്രമേ, അതായത് രാവിലെ 6 മണിക്ക്, അത് കഴിഞ്ഞ് 9 മണിക്ക്, പിന്നെ 12:30-ക്ക്, പിന്നെ വൈകിട്ട് 3 മണിക്ക്. ഈ 3 മണിയോടുകൂടെ ഫുൾ എല്ലാം ക്ലോസ് ആയിരിക്കും. അതിനുശേഷം പിന്നെ നമുക്ക് ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സ്ഥലത്ത് മാത്രം. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഈ 45 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് മാത്രമേ ഈ 45 കിലോമീറ്റർ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിനനുസരിച്ച് അവർ വിടത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ 1.5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുന്നു. അടുത്ത ഐലൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അന്ന് അവിടെ പാലങ്ങളോ, ഇന്നും പാലം ആയിട്ടില്ല, പാലം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ വീണ്ടും ഞങ്ങൾ ബാരട്ടാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ വന്നതിന് ശേഷം വീണ്ടും നമുക്ക് എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തിറങ്ങണം. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ നമ്മൾ ഈ കടത്ത് വള്ളം പോലുള്ള, അതായത് ജങ്കാർ എന്നാ പറയുന്നത്, അതിലേക്ക് ഈ ബസ്സും എല്ലാം കൂടെ നമ്മളിങ്ങനെ കയറ്റുന്നു. വീണ്ടും അതിൽ ഞങ്ങളെല്ലാം കയറുന്നു. വീണ്ടും അടുത്ത ഐലൻഡിൽ പോയി ഇറങ്ങുന്നു. അവിടെ നിന്ന് വീണ്ടും യാത്ര. അപ്പോ ആ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വനം മാത്രമേ കാണാനുള്ളൂ. അതായത് നമ്മൾ ഈ ആദ്യം നിന്ന സ്ഥലം മുതൽ പിന്നെ വെറും വനം മാത്രമാണ്. ഈ ഒരു ഡെവലപ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഉറങ്ങുന്നു, കണ്ണു തുറന്ന് നോക്കുമ്പോൾ വെറും വനം മാത്രം. ചിലപ്പോൾ അവിടെ ഒരു ചെറിയ കടകള്, അല്ലെങ്കിൽ ഇപ്പൊ രംഗത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഈ 2 ഐലൻഡ് ഇത് നമ്മൾ മാറിയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനിടയിൽ വീണ്ടും ഇതുപോലെ ട്രൈബിൽ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ വീണ്ടും വണ്ടി നിർത്തുന്നു, അവിടെ വീണ്ടും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതായ യാത്ര ഏകദേശം 12 മണിക്കൂറാണ് നമ്മൾ അന്ന ദിവസം യാത്ര ചെയ്യുന്നത്. അതായത് ഈ 310 കിലോമീറ്റർ വരുന്നതിന് വേണ്ടി നമുക്കാകുന്ന ഒരു സമയം 12 മണിക്കൂർ. ഇന്നത് 10 മണിക്കൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ റോഡിന്റെ അവസ്ഥകളൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ 12 മണിക്കൂർ ആവാനുള്ള സാധ്യതയുണ്ട് ഇന്നും. അപ്പൊ ഈ 310 കിലോമീറ്റർ, അപ്പൊ നാട്ടിലൊക്കെ 310 കിലോമീറ്റർ പോകാന്ന് പറഞ്ഞാൽ നമ്മളൊരു 3-4 മണിക്കൂർ, 4 മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് തീർക്കാനാണ്. പക്ഷെ ഇവിടെ 310 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏകദേശം 10-12 മണിക്കൂർ നമുക്ക് എടുക്കും. നമ്മൾ ബോട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് 10 മണിക്കൂർ എടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു യാത്ര. അപ്പൊ എവിടെ നോക്കിയാലും കാട്, എവിടെ നോക്കിയാലും ഈ വനം മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ചിന്ത, ഈ വന്നത് വല്ല അബദ്ധത്തിലേക്കാണോ? കാരണം എന്തിനാ ഇവിടെ വന്നതെന്ന് അറിയത്തില്ല, എന്തോ ഇനി സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, ഇനി നാളെ എന്താകുമെന്നും അറിയത്തില്ല. വല്ലാത്തൊരു സ്ഥലം. ഒത്തിരി ഇങ്ങനെ വരുന്നു. ഞാൻ വൈഫിനോട് ചോദിക്കുന്നത് എവിടെ ഈ പോകുന്നത്. അപ്പൊ അവള് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയാ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കാരണം പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു തുടങ്ങി. കാര്യം അന്ന് ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു മോളാ. അപ്പൊ മോളുമായിട്ട് വരുന്നു. വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ ഇവര് കൊണ്ടുവന്നിട്ട് അവസാനം ഡിഗ്ലിപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, നോർത്ത് ആൻഡമാൻ ഡിഗ്ലിപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോ ചെറിയ മഴയുണ്ട്. അന്ന് അധികം വാഹനങ്ങളില്ല, അധികം ആട്ടോയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വലിയ വാഹനങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇന്നാണെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ ഇവിടെയായി. പക്ഷെ അന്ന് അങ്ങനെ വാഹനങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്കൊരു ചെറിയ 3-4 ആട്ടയും കണ്ടെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ആട്ടിൽ ഒരു ആട്ടോ വിളിച്ചു കയറ്റി ഞങ്ങളെ സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. ഒരു ചെറിയൊരു ഷെഡ് പോലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഒരു ചെറിയ സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് എന്റെ ഇവിടുത്തെ വരവ്. അപ്പൊ വന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന ആള് തിരിച്ചുപോയി. കൊണ്ടുവിട്ട ആള് ഞങ്ങൾ ഇവിടെ തിരിച്ചുപോയി. അന്ന് ചർച്ചില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഒറ്റയ്ക്കൊരു സ്ഥലം. അപ്പൊ 1-2 ആൾക്കാരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വന്ന ആൾക്കാര് എന്റെ ആന്റി ഇതിനെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു പോകുന്നത്.
അപ്പോ ഇനി ഇവിടെ നിൽക്കാൻ, അതായത് ദൈവം വിളിച്ച ഒരു വ്യക്തിക്കെതിരായിട്ട് പിശാച് പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒന്ന് രണ്ട് അവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇവിടെ വന്നു, ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു 3 സംഭവം, ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള 3 സംഭവം ഉണ്ടായി. അപ്പൊ 3 സംഭവം ഞാൻ ഒരുമിച്ച് പറയാൻ ആഗ്രഹിക്കുക. അപ്പൊ ദൈവ വിളിയുടെ ഒരു ഭാഗവും, ദൈവം വിളിച്ചു കഴിഞ്ഞാൽ പിശാചിന് അത് അത്രത്തോളം ഇഷ്ടപ്പെടത്തില്ല. നമ്മളൊരു സ്ഥലത്ത് പ്രവർത്തനത്തിന് വന്നു കഴിഞ്ഞാൽ അത് ദൈവ വിളിയോടുകൂടെ വരുവാണെങ്കിൽ പിശാചിന് അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. കാര്യം ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി പിന്നിലുള്ളത് കൊണ്ട് ദൈവം ചില അത്ഭുതം ചെയ്യുന്നു. ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാൻ ആഗ്രഹിക്കുക. അപ്പോ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ദൈവം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറയുന്നത് പിശാച് നമ്മളെ തകർക്കാൻ നോക്കും. അത് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അത് എന്റെ അടുത്തും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ആ ഒരു ചെറിയ ബെഡ്റൂമാണ് നിങ്ങൾക്ക് കിടക്കാനായിട്ട്. അതിലൊരു സിംഗിൾ കട്ടിലുണ്ട്. അവിടെ തന്നെ ഞങ്ങളുടെ കിച്ചണെല്ലാം പുറത്താണ്. അപ്പോ ഞങ്ങൾ തീരുമാനിച്ച് തറയിൽ കിടന്നുറങ്ങുക. അങ്ങനെ ഞങ്ങൾ തറയിൽ പാവരിക്കുന്നു, തറയിൽ കിടന്നുറങ്ങുക. അപ്പൊ ആദ്യത്തെ ദിവസം ഈ തറയിൽ കിടന്നുറങ്ങുന്നതല്ല വിഷയം, അതിനകത്തുള്ള വിഷയം ആദ്യ ഒരാഴ്ചയായില്ല, അതിനു മുമ്പ് ഭയങ്കരമായിട്ടൊരു ഭൂകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ പല പല കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ഓഫീസുകളെ വലിയ വലിയ കെട്ടിടങ്ങളായിട്ട് അന്നുണ്ടായിരുന്നത്. വലിയ കെട്ടിടം 2 നില 3 നില, അതിനപ്പുറമുള്ള കെട്ടിടങ്ങളല്ല, 2 നില 3 നില, അതിനപ്പുറമുള്ള പെർമിഷനുകളില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കെട്ടിടം അതെല്ലാം വെണ്ട് കീറുന്നു, ഭയങ്കര ഭൂകമ്പം. ഇവിടെ ആക്ച്വലി ഒരു 5 പോയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം അറിയത്തില്ല ഭൂകമ്പം ഉണ്ടെന്ന്. അതിന് മേളിലോട്ടാകുമ്പോഴാണ് നമുക്കിത് ഒന്ന് ശരി ഭൂകമ്പം ഉണ്ടായി എന്ന് പറയുന്നത്. 6 7 ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, 6 7 പോയിന്റ് ഒക്കെ ആകുമ്പോൾ, കാര്യം കടലിന് ഇതിന്റെ പുറത്തുള്ളത് കൊണ്ടായിരിക്കാം, ഇത് ചുറ്റുപാട് കടലായതുകൊണ്ടായിരിക്കാം നമുക്ക് 5 പോയിന്റ് ഒന്നും അധികം നമ്മൾ അറിയത്തില്ല. പക്ഷെ ഇത് ഭയങ്കര ഭൂകമ്പം. അപ്പൊ പ്രത്യേകിച്ച് ഈ ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് തറയിൽ കിടന്നുറങ്ങാൻ പാടില്ലെന്ന് പറയും. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ തറയിൽ കിടന്നു, ആദ്യം ഒന്ന് ഇങ്ങനെ വള്ളം പോലെ ഒരു സൈഡിലോട്ട് പോകുന്നു, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നു. അങ്ങനെ നടുവെല്ലാം വെട്ടി ആകെ പ്രശ്നം. അപ്പൊ എല്ലാവരും എണീറ്റ് പുറത്തു പോയ സമയത്ത് ഇവിടുത്തെ ആൾക്കാര്, രണ്ടാമത് പിശാച് ഉപയോഗിച്ചത് ഇവിടുത്തെ ആൾക്കാർ. അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത് പോട്ടെ, അപ്പൊ എന്തോ സംഭവിക്കുന്നത് നമുക്കും അറിയാം. അറിഞ്ഞതിന് ശേഷം പുറത്ത് ഭയങ്കരമായിട്ട് കൂകി വിളിക്കുന്നു ആൾക്കാർ. കാര്യം നിക്കോബാർ എന്ന് പറയുന്ന സ്ഥലം, നിക്കോബാറുകളും മറ്റു ചില ഐലൻഡുകൾ ഭൂകമ്പത്തിൽ, സുനാമിയുടെ സമയത്ത് ഏറ്റവും അധികം നഷ്ടമുണ്ടായ സമയം, ഏറ്റവും അധികം. കാരണം നമ്മള് കേരളത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കേരളത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ സുനാമിയിൽ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആൻഡമാനെ കുറിച്ച് അധികം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. കാരണം അതിനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഇവിടെ ന്യൂസ് ഇല്ല. ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ച് നാട്ടിൽ പറഞ്ഞാല്, ഇന്നൊക്കെ സംഭവം, ഇന്ന് ചെറിയ ഓൺലൈൻ മീഡിയകൾ വരുന്നുണ്ടെങ്കിലും ന്യൂസ് ഇവിടെ ഇല്ല. ആൻഡമാൻസിൽ ന്യൂസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആൻഡമാനിൽ സംഭവിച്ച കാര്യം ആർക്കും അറിയത്തില്ല. ഇന്നും സുനാമിയുടെ ആ ഒരു എഫക്റ്റിൽ അനേക സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞിന്നും കിടപ്പുണ്ട്. അനേക ഭൂമികൾ ഇന്ന് കടലിന്റെ ഭാഗമായിട്ട് മാറി. അനേക സ്ഥലങ്ങളിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വീടുകളോട്, അല്ലെങ്കിൽ ഒത്തിരി സ്ഥലങ്ങൾ, പോർട്ട്ബ്ലെയറിലൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നിക്കോബാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരെ ഈ കടൽ കൊണ്ടുപോയി, ഒരുപാട് ആൾക്കാർ. അന്ന് ഞാൻ ഇവിടെ വരുന്നതിന് ശേഷം ഞാൻ ഒരാളിന് ഒരു ഭ്രാന്തായി മാറിയ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ അദ്ദേഹം ഒന്ന് നോർമൽ ആയതിനു ശേഷം ഞാൻ അദ്ദേഹത്തോട് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാക്ഷിയുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് തന്നെ അത് ഇന്നും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു വിഷയം. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ, സുനാമിയുടെ സമയത്ത് ട്രക്കിന്റെ കിളിയായിട്ട് പോയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം, ട്രക്കിന്റെ കിളിയായിട്ട്. കാരണം അന്ന് വലിയ കുഴിയെടുത്തതിന് ശേഷം ശവങ്ങളെ ഹിറ്റാച്ചിയിൽ കോരി ഈ ട്രക്കിലിട്ടിട്ട് ആ ട്രക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ മണ്ണ് തട്ടും പോലെ തട്ടും ആൾക്കാരെ, കുഴിക്കകത്തേക്ക് മണ്ണ് തരാം. അതിന് 2 3 4 ലോഡ് കഴിഞ്ഞതിന് ശേഷം ഈ ലോഡ് ഓട്ടിച്ച് ഒരു 3 4 വണ്ടികൾ ഒരുമിച്ചാ പോകുന്നത്, ട്രക്കുകൾ. അപ്പൊ ഈ ട്രക്കിൽ 2 പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ഡ്രൈവേഴ്സ്. അപ്പൊ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, അവർക്ക് തലയ്ക്ക് ഇതായി പോയി, അവര് മെന്റലി അപ്സെറ്റ് ആയി പോയി, എന്ത് ചെയ്യണം നിർത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തെ വിടുവിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നോട് ഈ ഒരു വിഷയം പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം ഇവിടെ സുനാമി വിതച്ചൊരു നാശം, അതിന്റെ എഫക്റ്റ് ഇന്നും ജനങ്ങൾ അനുഭവിക്കുക. അപ്പൊ പല കുഞ്ഞുങ്ങൾ, ഞാൻ കേട്ട കഥകൾ, ചില കുഞ്ഞുങ്ങൾ മരത്തിന്റെ മേളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മരത്തിന്റെ മേളിലിരുന്നവരെ, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയവരെ കടൽപ്പാമ്പ് വന്ന് കൊത്തിക്കൊന്നു. അതൊക്കെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കടൽപ്പാമ്പ് വന്ന് കൊത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഇതെല്ലാം കേട്ട് ഇങ്ങനെ. അപ്പൊ ഈ ഭൂകമ്പം വരുന്ന സമയത്ത്, ആദ്യമായിട്ട് ഞാൻ ഈ ഭൂകമ്പം ഞാൻ അനുഭവിക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കരമായിട്ട് കൂവി വിളിക്കുക. ഈ ബംഗാളിക്കാരെല്ലാം, ഇവിടുത്തെ ഒത്തിരി ബംഗാളീസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം എന്ത് പറയുക, കുരവയിടും.
കുരവയിടുന്നു. ഈ നിക്കോബാറിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കൂവി അലറി വിളിച്ചിട്ട് അവർ റോഡിലേക്ക് ഇറങ്ങി അങ്ങോടും. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ, അപ്പൊ ഇതെല്ലാം കൂടെ നമ്മുടെ എന്താ പറയുന്നത് മനസ്സിനെ ഒരു വല്ലാത്ത ഇതാക്കി. കാര്യം ഭൂകമ്പം, അയ്യോ ഒന്നും അറിയത്തില്ല. അപ്പൊ അന്ന് രാത്രി മുഴുവനും ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഞങ്ങളുടെ ഭൂകമ്പത്തിന്റെ കഥ പറയുക, സുനാമിയുടെ കഥ പറഞ്ഞു തരിക. നിങ്ങൾ ഇങ്ങനെ തറയിൽ കിടന്ന് ഉറങ്ങരുത്, അത് ചെയ്യരുത്, ഇവിടെ ഇത്രയും ആൾക്കാർ കൊണ്ടുപോയി വെള്ളം ഇതിലെ വരും, ഇത് സംഭവിക്കും, അതായതെന്ന് പറഞ്ഞ് ഞങ്ങളെ ആകെപ്പാടെ പേടിപ്പിച്ചു. ഇനി ഒരു ഭൂകമ്പം ഉണ്ടായാൽ, വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ അത് ഭൂമി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അത് കുലുങ്ങും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 3 പ്രാവശ്യം ഒന്ന് കുലുങ്ങി ഭൂമി ഒന്ന് സെറ്റ് ആവുന്നത്. അത് കഴിഞ്ഞു ആ ഒരാഴ്ച അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരു കാരണവശാലും പിന്നെ ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ തറയിൽ കിടന്നുറങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ കുഞ്ഞു കട്ടിലിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് അതിൽ തന്നെ കിടക്കും. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും എന്തോന്നറിയോ, ഒരു സംഭവം കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഫാൻ ഒന്ന് ഇറങ്ങുന്നതായിട്ട് തോന്നുന്നു, കട്ടിൽ എന്തോന്ന് ചെറുതായിട്ട് കുലുങ്ങുന്നതായിട്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഭൂകമ്പമാണെന്ന് തോന്നുന്നു, നമ്മൾ പുറത്തിറങ്ങുന്നു. അപ്പോ ഈ ഭൂകമ്പത്തിന് ചപ്പലിട്ട് നിൽക്കണം, അതൊരു വലിയ വിഷയം. കാരണം നമ്മൾ ഭൂമിയായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വരാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങള് 3 പേരും ചപ്പലിട്ടിട്ടില്ല. അപ്പോ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നു. പല ബിൽഡിങ്ങുകൾ വീഴുന്നു. ഞങ്ങളുടെ അവിടുത്തെ ചെറിയൊരു മതിലുണ്ടായിരുന്നു, അത് മറിഞ്ഞു വീഴുന്നു. അപ്പൊ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ നോക്കുന്നു, എവിടെന്നാ വെള്ളം വരുന്നത് അടുത്ത്, കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് വെള്ളമാണ്. അപ്പൊ വെള്ളം എവിടെന്നാ വരുന്നത് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ആകെപ്പാട് ഞങ്ങൾ 3 പേരും ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം പറയാം. ഈ ഭൂമി കുലുങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചപ്പലില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഭൂമി പിളർന്ന് ഞങ്ങൾ ഇങ്ങനെ അതിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുക. ആ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഭൂമി പിളർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ ഒരു അനുഭവം. അപ്പൊ ഞാൻ 4 വശം നോക്കുക, വെള്ളം എവിടെ നിന്നെങ്കിലും വരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒന്നും അറിയത്തില്ല. അപ്പൊ ഒന്നാമത്തെ സംഭവം ഇതാ. അപ്പോ ഈ ഭൂമി കുലുക്കം, അത് രണ്ടാമത് വീണ്ടും ഈ വിളിയും ബഹളവും എല്ലാം കേൾക്കുന്നു. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് ഞാൻ തീരുമാനമെടുത്ത്, ഞങ്ങൾക്ക് ഒരു തീരുമാനമായി, ഇനി ഒരു ജീവിതം ഇല്ല. കാരണം നാട്ടുകാരെയും വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, വന്നിട്ട് ഏകദേശം 1 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് വിറവിന്റെ ചെറിയൊരു അടുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമുക്ക് ഭക്ഷണം അതെല്ലാം ഒരു സൈഡാ. പക്ഷെ ഭക്ഷണ പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊരു സൈഡില്. പക്ഷെ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇനി ഇല്ല, കാരണം നമ്മുടെ ജീവിതം ഇല്ല, കാരണം നമ്മൾ തീർന്നു ഇതോടുകൂടെ. ഇനി വെള്ളം വരുന്നു, നമ്മൾ എടുത്തോണ്ട് പോകുന്നു, സുനാമി സമയം. കാരണം ഈ സുനാമിയുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഇതാണ് തലമൊത്തം ഇരിക്കുന്നത്, ഇതാ ഈ മനസ്സിൽ ഓടി വരുന്നത്. അപ്പൊ പിശാചിന്റെ ഒന്നാമത്തെ ഒരു പ്രവൃത്തിയായിരുന്നു ഭൂകമ്പത്തിലൂടെ ഇവിടെ നിന്ന് ഓട്ടിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു 2 ഭൂകമ്പം കഴിഞ്ഞു പാസ്റ്ററെ. അത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഭൂകമ്പം കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലൊരു ആഗ്രഹം, ഇതിനെതിരായിട്ട് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അവിടെ അന്ന് കുറച്ച് ആൾക്കാർ, അതായത് ഒരു 4-5 ആൾക്കാർ ചർച്ചിൽ വരുന്ന ഒരു സമയമായിരുന്നു. പരിചയപ്പെട്ട 1-2 ആൾക്കാർ ചർച്ചിൽ വരുന്ന ഒരു സമയം. അപ്പൊ അവരെല്ലാം കൂടെ തീരുമാനമെടുത്തു, ഒരു പ്രത്യേക ദിവസം ചൊവ്വാഴ്ച ഞങ്ങൾ വൈകിട്ട് ഞാൻ ഒരു തീരുമാനമെടുത്ത് ഈ ആൻഡമാനിൽ നടക്കുന്ന ഭൂകമ്പത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്ഥിരം പ്രാർത്ഥന തുടങ്ങി, വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷെ പാസ്റ്റർ ഇന്ന് ദിവസം ഒരു 16 വർഷമാകുന്നു ഞാൻ ഇവിടെ നിൽക്കുക, ആൻഡമാൻസിൽ നിന്നിട്ട് 16 വർഷം. അന്നത്തെ പോലെ ഭൂകമ്പം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ദൈവം വിശ്വസ്തന. അപ്പൊ അത് ഞാൻ വലിയൊരു വിഷയമായിട്ട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതെന്റെ ഒരു അനുഭവമാണ്. കാരണം അത് ഭൂകമ്പം പ്രാർത്ഥിച്ച് നിർത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറുതുണ്ട് കേട്ടോ, ചെറുതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ചർച്ചിനകത്തിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് എന്റെ കസേര ഒന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡയലോഗ് പറയാണ്ട്, ഭൂകമ്പമൊന്നും ഇല്ലാതെ ആൻഡമാൻ ഒരു രസമില്ല, കാരണം അതിന് വെറുതെ തമാശക്ക് പറയുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയപ്പോ എനിക്കൊന്ന് വീണ്ടും ഞാൻ എന്നറിയും. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഭൂകമ്പം ഉണ്ടായി. അപ്പൊ ചെറിയ ഭൂകമ്പങ്ങളല്ലാതെ ആ വലിയ സംഭവം ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. ഭയപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് എല്ലാ സ്ഥലങ്ങളും പോയപ്പോ ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. കാര്യം ഓരോ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നിൽക്കുക, തൂണ് മാത്രം നിപ്പോട്ട് ബാക്കിയുള്ളതെല്ലാം വിണ്ടുകീറി നിൽക്കുക. അപ്പൊ അത്രയും ഭയങ്കര. പിന്നെ അതൊന്ന് സെറ്റാവാൻ വേണ്ടി കുറെ ഭൂകമ്പം ഉണ്ടാവും, കാര്യം ഇതൊന്ന് റെഡിയായി വീണ്ടും ഭൂമി സെറ്റാൻ വേണ്ടി അങ്ങനെ. പക്ഷേ വല്ലാത്ത ഭൂകമ്പം. അപ്പൊ അത് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, പിശാച് മടക്കി അയക്കണം. ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയി, അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇതിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ പറയും. പക്ഷെ ഞാൻ ഒന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാത്ത ഞാൻ നല്ല രീതിയിൽ ഇരിക്കുക. അപ്പൊ എന്റെ കൊച്ചിച്ചന്റെ മകന് സുഖമില്ല, അവനൊന്ന് പനിയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ കൊച്ചൻ പറഞ്ഞു ബൈക്ക് എടുക്കും, ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ബൈക്ക് എടുക്കുന്നു, അവനെ പുറകിലിരുത്തുന്നു, കൊച്ചൻ ബാക്കി ഇരിക്കുന്നു, ഞങ്ങൾ 3 പേരായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ വരെ എനിക്ക് ഒരു പ്രശ്നമില്ല, നല്ല സന്തോഷമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ഞാൻ ഇവനെ അങ്ങോട്ട് കൊച്ചൻ കൊണ്ടുപോകാനും ഞാൻ ആകെപ്പാടെ എനിക്ക് തല ചുറ്റും പോലെയൊക്കെ തോന്നി തുടങ്ങി. പെട്ടെന്ന് ഞാൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചു, പെട്ടെന്ന് പോയിട്ട് അവിടെ ഒരു കസേരയിൽ ഞാൻ ഇരുന്നു. കസേരയിൽ ഞാൻ വല്ലാതിരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഇരിക്കുക ഞാൻ. അപ്പോ ഡോക്ടർ വന്നു എന്നെ തൊടുത്തപ്പോ, കാരണം
ബോധമെല്ലാം ഔട്ടായ ഒരു ഇതായി. പെട്ടെന്ന് ഡോക്ടർ വന്നു, എന്നെ തുടർന്ന് ഇവര് പനി കൂടുതലാന്ന് പറയുന്നത്, എന്നെ കൊണ്ടുവന്ന് എന്നെ ഇഞ്ചക്ഷൻ അടുപ്പിക്കുന്നു. ഇഷ്ടംപോലെ ഇഞ്ചക്ഷൻ എനിക്ക് കിട്ടി. ഇഞ്ചക്ഷൻ കിട്ടി, സംഭവം എനിക്ക് പനി മാറുന്നില്ല. കാര്യം ഞാൻ ആരെയാണോ പനിയായിട്ട് കൊണ്ടുവന്നത് അവനെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലും പോയി അന്ന് തന്നെ. പക്ഷെ ഞാൻ ഒരാഴ്ച അവിടെ അഡ്മിറ്റാ, ഒരാഴ്ചക്ക് വേണ്ടി. കാരണം എനിക്ക് പിറ്റേ ആഴ്ച എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് റിട്ടേൺ വരാനുള്ളത്. റിട്ടേൺ എനിക്ക് ആൻഡമാനിൽ വന്നേ പറ്റൂ. കാരണം ഈ എന്തിനാ ഈ പനി വന്നതെന്ന് അറിയത്തില്ല, പക്ഷെ പനി മാറുന്നില്ല. അങ്ങനെ നിന്നപ്പോ വേറെ സ്പെഷ്യൽ ഡോക്ടർ വരുന്നു, അദ്ദേഹം എന്നെ എക്സ്റേ എടുക്കുന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു ന്യൂമോണിയ, ഭയങ്കരമായിട്ട് ന്യൂമോണിയ കൂടിയിരിക്കുക. ഒരു കാരണവശാലും ബെഡിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല, ഒന്നും പാടില്ല. ആകെ ടെൻഷൻ. അപ്പൊ പിറ്റേ ആഴ്ച അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആൻഡമാനിൽ പോകാനുള്ളതാ. ഇല്ല, ഒരു കാരണവശാലും വിടത്തില്ല. കാരണം വിട്ടു കഴിഞ്ഞാൽ ജീവൻ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടത്തില്ല എന്നായി. അങ്ങനെ ഞാൻ ദൈവത്തോട് അന്ന് രാത്രി അവിടെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇതെന്തോ സംഭവം, എനിക്ക് ആൻഡമാനിൽ പോകാനുള്ളത്, അടുത്ത ആഴ്ച എനിക്ക് ആൻഡമാൻസിൽ പോകാനുള്ളത്. കാരണം തിങ്കളാഴ്ച ടിക്കറ്റ് എടുത്തിരിക്കുക, ഞായറാഴ്ച എനിക്ക് ഇവിടെ നിന്ന് കെയർ ചെയ്യേ പറ്റത്തുള്ളൂ. അപ്പൊ അന്ന് രാത്രി പൈശാചിക ശക്തികള് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇനി നീ ജീവിതത്തിൽ ആൻഡമാൻ കാണത്തില്ല, ആൻഡമാനിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അതിനു മുമ്പ് ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. കാരണം ദൈവം ഒരാളിനെ ഉപയോഗിച്ചു തുടങ്ങിയാൽ പിശാച് പലപ്പോഴും തകർക്കാൻ നോക്കും. അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. ഞാൻ ശുശ്രൂഷനായിരിക്കുന്ന ദൈവദാസന്മാരോട് എല്ലാവരോടും എനിക്ക് പറയുന്നത്, പിശാച് തകർക്കാൻ നോക്കിയിരിക്കും, ആ സ്ഥാനത്ത് തകർക്കാൻ നോക്കും. കാരണം അങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുക, പൈശാചിക ശക്തികൾ രാത്രി എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും നീ ആപത്തില്ല, അഥവാ നീ പോകാൻ ഒരു തീരുമാനം എടുത്താൽ നീ മരിച്ചിരിക്കും, അല്ലെങ്കിൽ ഇതോടെ തീർന്നു എന്നുള്ള തീരുമാനമായി. അപ്പോ അന്ന് രാത്രി അപ്പൊ പിശാച് എന്ന് പറഞ്ഞപ്പോ ഓക്കെ, ഇനി ടെൻഷൻ ഇല്ല. കാരണം പൈശാചിക ശക്തികളെ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല, പിശാചിന്റെ ഒരു പ്രവൃത്തികളെയും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ പിശാചാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മാറി നിന്നു, ഞാൻ ആൻഡമാനിൽ പോയിരിക്കും. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പോകണം. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, വിടത്തില്ല. ആകെ പ്രശ്നമായി. അവസാനം ഡോക്ടറോട് സ്വന്തം റിസ്കിൽ ഇറങ്ങി പോകുന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷനേ തന്നുള്ളൂ, ആൻഡമാനിൽ പോകണം. ആൻഡമാനിൽ പോയതിനു ശേഷം അവിടുത്തെ ഡോക്ടറുമായിട്ട് എന്നോട് സംസാരിക്കും. ഞാനിവിടെ ഡിഗ്ലിപ്പൂരിൽ അത് ഡോക്ടറുമായിട്ട് സംസാരിക്കാനാ. ഈ നോർത്ത് ആൻഡ് മിഡിലെ ഹോസ്പിറ്റലിലാവുണ്ട്, പക്ഷെ നേരെ ഒരു ഡോക്ടറില്ല. ഇവിടെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്, ഇവിടെ നിന്ന് കയ്യൊന്നും ഓടിയരുത്, കാലൊന്നും ഓടിയരുത്. കാര്യം കയ്യോ കാലം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം എടുക്കും. പ്രോബ്ലം എത്തിയതിനു ശേഷമേ നമുക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. ഇവിടെ അങ്ങനെ പിടിച്ച് ഒരു ജസ്റ്റ് ഒന്ന് കെട്ടി. കാര്യം ഇവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മോന്റെ കൈ ഒടിഞ്ഞു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവര് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിയിട്ട് കഴുത്തിൽ കൂടെ കെട്ടിയിട്ട് അങ്ങ് വീട്ടിൽ വിട്ടു, പെയിൻ കില്ലറും കൊടുത്ത് വീട്ടിൽ വിട്ടിട്ട് പറഞ്ഞ് അടുത്ത ഷിപ്പ് വരുന്നതിൻ്റെ അന്ന് ഡിസ്ചാർജ് എഴുതി തരാം, അടുത്ത ഷിപ്പ് വരുന്നതിൻ്റെ അന്ന് പോർട്ട് ബ്ലെയറിൽ പോയിട്ടാണ്. അപ്പൊ 4 ദിവസം കഴിഞ്ഞ് വാസ്റ്റർ ഷിപ്പ് വരാൻ. 4ാമത്തെ ദിവസം ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, രാത്രി ഷിപ്പിൽ പിന്നെ കയറ്റിയിട്ട് പോർട്ട് ബ്ലെയറിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടുത്തെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഒക്കെ ബുക്ക് ചെയ്ത് പോകാനുള്ള ആസ്തി നമുക്ക് ഉണ്ടായിരിക്കണം. അല്ല, ഗവൺമെന്റ് അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ കൊണ്ടുപോകണം. അപ്പൊ ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെഡിക്കലിന്റെ ഒരു അവസ്ഥ. ഇന്ന് ഇച്ചിരിയൊക്കെ മാറ്റങ്ങൾ വന്നിട്ട്, ചെറിയ എക്സ്റേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതല്ലാതെ സ്കാനിങ് കാര്യങ്ങൾ ഇന്നും ഇല്ല ഇവിടെ. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇന്നും ഇവിടെ ഉണ്ട്. അതൊരു സൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഡോക്ടറോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അവിടെ പോയ ഉടനെ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം. അദ്ദേഹം എനിക്ക് ഗുളികയെല്ലാം എഴുതുന്നു, എന്നെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞിട്ട്. അപ്പൊ വരുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പൊ എന്റെ മുടിയെല്ലാം വളർന്നു, നഖമെല്ലാം വളർന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ ഇവിടെ വന്നു ആൻഡമാനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ, ഫ്ലൈറ്റിൽ ആൻഡമാനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് ഇച്ചിരി സന്തോഷം തോന്നി. തിരിച്ച് ഞാൻ അവിടെ നിന്ന് വീണ്ടും ഒരു ദിവസത്തെ യാത്ര ഡിഗ്ലിപ്പൂരിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക. കാരണം മുടിയെല്ലാം വളർന്ന് ഒരു പ്രാകൃതനായി, താടിയും മുടിയും എല്ലാം വളർന്ന് നഖമൊക്കെ വളർന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോ എന്റെ ചർച്ചിലെ ഒരു വിശ്വാസി, ഒരു പയ്യൻ, അവൻ ഓടി ഇങ്ങോട്ട് എന്റെ അടുത്ത് വന്നു, പാസ്റ്റർ ഇതെന്തോ കോലോ? ഞാൻ പറഞ്ഞു അയ്യോ ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക. അല്ല പാസ്റ്റർ ആകെ ടെൻഷനിലാണ്, എന്താ പറ്റി? ഞാൻ പറഞ്ഞു ഇതുപോലെ ന്യൂമോണിയ അസുഖം. അതിനിങ്ങനെ ഇരുന്ന പാസ്റ്ററുടെ നമ്മളെല്ലാം വിശ്വാസം പഠിപ്പിച്ചിട്ട് പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗിക്കും, വിശ്വാസം ഒരുപാട് പഠിപ്പിക്കും. കാരണം ഞാൻ വിശ്വാസം പഠിച്ചു വന്ന മനുഷ്യനായിട്ട്. അപ്പൊ സ്വന്തം വിഷയത്തിൽ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇച്ചിരി ഒന്ന് ഡൗൺ ആയിപ്പോയി. ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ ചാടി എഴുന്നേക്കിൽ, ചില വിഷയങ്ങൾ വരുമ്പോൾ ഒന്ന് ഡൗൺ ആയ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എന്റെ കുറെ പരാജയങ്ങളോടെ ഞാൻ പറയും. കാരണം ഞാൻ അതെന്നും പരാജയം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാനായിട്ടിടയായി. അതുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ അവിശ്വാസത്തിൽ ഇരുന്ന സമയത്ത് ഈ ബ്രദർ എന്നോട് എന്ന് പറയാം, പാസ്റ്റർ എന്തുവാ, വാ നമുക്ക് മുടി വെട്ടാം. അപ്പൊ എനിക്കുള്ള ഒരു ക്ലാസ്, മുടി വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, ന്യൂമോണിയ എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനൊന്നും പാടില്ല, ഇപ്പൊ അതൊന്നും ചെയ്യാൻ പാടില്ല. പാസ്റ്റർ ഇങ്ങോട്ട് എണീറ്റ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ പിടിച്ചോണ്ട് പോയി മുടിയും വെട്ടി, താടിയൊക്കെ റെഡിയാക്കി, ഈ കയ്യും കാലിന്റെ നഖങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അസുഖം മൊത്തത്തിൽ അങ്ങ് മാറി.
അതിന് പിശാചിന്റെ അവസാനത്തെ പിടിയായിരുന്നു ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഒരു പ്രാകൃതനെ പോലെ ഇരിക്കുക എന്നുള്ളത്. പക്ഷെ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു. അന്നത്തോടുകൂടെ അസുഖം അങ്ങ് മാറി. പിന്നെ ആ ഒരു അസുഖം ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ പിശാചിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയായിരുന്നു അത്. അപ്പൊ ഒന്നാമത്തെ പ്രവൃത്തി ഭൂകമ്പത്തിലൂടെ ഇവിടെ ഒട്ടിക്കാൻ നോക്കി, രണ്ടാമത്തെ പ്രവൃത്തി നിമോണിയയിലൂടെ ഇവിടെ എത്തിക്കാതിരിക്കാൻ നോക്കി, മൂന്നാമത് ഏറ്റവും അധികം എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്ന സമയം മുതൽ ഞാൻ സ്കൂളെല്ലാം വിട്ടു, സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ്, കാര്യം സ്കൂളിനകത്ത് ചർച്ച നടത്താൻ പാടില്ല. അന്ന് കുറച്ച് വിശ്വാസികളൊക്കെ ദൈവം തന്നു. അതെങ്ങനെ തന്നെന്ന് ഞാൻ പറയും. നമ്മൾ കുറച്ച് വിഷയം ഇത് ഓരോന്നോരോന്നായിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അരുവെന്ന് പോകുന്നത്. അപ്പോ മൂന്നാമത്തെ പരീക്ഷ എന്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞാൽ എന്റെ രണ്ടാമത്തെ കുഞ്ഞായി അവര് വരുന്ന സമയത്ത് എനിക്ക് വീട് മാറേണ്ടത് വന്നു. പെട്ടെന്ന് എനിക്ക് വീട് മാറണം. അങ്ങനെ ഞാൻ വീട് മാറുക, വേറൊരു വാടക വീട്ടിലേക്ക് പോകുന്നു. അന്ന് 3500 രൂപ വീട് വാടക. അവിടേക്ക് ഞാൻ ഇങ്ങനെ മാറിപ്പോകുന്നതായ സമയത്ത് ഭക്ഷണമില്ല, ഏറ്റവും അധികം പ്രശ്നം. അപ്പൊ ഈ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് വന്ന സമയം, വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് ഇങ്ങനെ വരുന്നു. അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ വേണം. അപ്പൊ ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, മാസങ്ങൾ ഇങ്ങനെ നീളുക. അപ്പൊ കുഞ്ഞുങ്ങൾ കരയുന്നു. അപ്പൊ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഞാൻ വരിക. അതിന്റെ ഏറ്റവും അവസാന സംഭവം ഞാൻ പറയുന്നത്, ഈ വലിയ കഷ്ടതകൾ പറഞ്ഞ് അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ജസ്റ്റ് ലാസ്റ്റ് ഞാൻ 5 രൂപ തൊട്ട് നമ്മൾ ഈ റോഡിലൊക്കെ കിടന്ന് കിട്ടുമല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ 5 രൂപ ഒന്ന് കിട്ടിയെങ്കിൽ അതെടുത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കും. ആ ഒരു സാഹചര്യം വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തറയിൽ നോക്കി നടന്നിട്ടുണ്ട്. ആക്ച്വലി ദൈവത്തിൽ നോക്കണമായിരുന്നു, ഞാൻ തറയിൽ നോക്കി നടന്നിട്ടുണ്ട്. തറയിൽ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒരു 5 രൂപ ദൈവമേ, 5 രൂപ ഇട്ട്, കാരണം ഇനി രക്ഷയില്ല. കാരണം നാട്ടിലിപ്പോ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലും ജീവിക്കാം. അപ്പൊ തീരുമാനം വരെ, കാരണം കുഞ്ഞുങ്ങളുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഒരു തീരുമാനം പോലെയൊക്കെ ആയി, വേണ്ട പറ്റത്തില്ല, ഇനി മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചു നിന്ന സമയത്ത് ഞാനൊരു ഡിസംബർ ഒരു 15-ാം തീയതി മുതൽ ജനുവരി ഒരു 3-ഓ 4-ഓ തീയതി വരെയുള്ള ഒരു സംഭവം, അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. കാരണം അത്രയും ദിവസം ഞങ്ങൾ ഇതുപോലെ അനുഭവിക്കാൻ ഇനിയൊന്നുമില്ല ഭക്ഷണ വിഷയങ്ങളിൽ. അപ്പൊ ഭയങ്കരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്, അതിനു മുമ്പും ഭയങ്കര പ്രശ്നമായിരുന്നു, പക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ജനുവരി 3-ന്റെ വിഷയം പറയാം. അന്ന് എന്നെ ഒരു ദൈവദാസൻ ഫോൺ ചെയ്യുന്നത് കർണാടകയിൽ നിന്ന്. അദ്ദേഹം എന്നെ അറിയുന്ന എന്റെ സീനിയർ ആയിട്ട് പഠിച്ചൊരു ദൈവദാസനാണ്. അദ്ദേഹത്തെ കർണാടകയിലൊക്കെ വിടാൻ വേണ്ടി ഞാൻ ഇച്ചിരി സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദൈവദാസൻ എങ്ങനെ എന്നെ ഫോൺ നമ്പറൊക്കെ തേടി പിടിച്ച് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 15-ാം തീയതി ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, നിനക്ക് ഇച്ചിരി പൈസ അയക്കണം. പക്ഷെ ഞാൻ എന്റെ തിരക്കുകളുടെ ഇടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. അപ്പോ ഞാൻ 15-ാം തീയതി മുതൽ ഞാൻ ഏറ്റവും കഷ്ടത്തിലാവുന്നു. 15-ാം തീയതി ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടത കണ്ടിട്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ട്. കറക്റ്റ് സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമല്ല. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം എനിക്ക് എന്നെ വീണ്ടും 3-ാം തീയതി ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കാൻ പോവാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോവാ. അപ്പൊ ഈ പോകുന്ന വഴിയിൽ മൊത്തം എന്റെ കണ്ണീര് ഇങ്ങനെ വീണോണ്ടിരിക്കുക. എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നൊരു തീരുമാനം എടുക്കുക. ഇനി ഇവിടെ നിന്ന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള മാർഗമില്ല. നാട്ടിൽ പോകാന്ന് പറഞ്ഞ ചെറിയ വിഷയമല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമല്ല. അപ്പൊ അതും നടക്കത്തില്ല. അപ്പൊ എന്തെങ്കിലും ജോലി അന്വേഷിക്കണം, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നത്. കാരണം എങ്ങനെങ്കിലും ഒരു ജോലി ഇനി തേടുക, അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു, കാരണം ഒരു ജോലി കിട്ടിയെങ്കിൽ അതിനോടൊപ്പം സുശേഷം ചെയ്യായിരുന്നു, ആ ഒരു ചിന്തയിലാണ് പോകുന്നത്. അപ്പൊ പോയിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ നിൽക്കുക, എന്റെ കണ്ണിൽ കൂടെ കണ്ണീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ നിന്നല്ല ഇനി വിട്ടിട്ട് പോണോ, അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരിക. കാരണം ദൈവം വിളിച്ചു, ദൈവം കൊണ്ടുവന്നു, ദൈവം നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ശരി. പക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയം വന്നപ്പോ ചെറുതായിട്ടൊന്ന് പതറിയോ എന്ന് എനിക്കിന്ന ഒരു സംശയമുണ്ട്. ഞാൻ ദൈവത്തോട് പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ആ ഒരു വിഷയം വന്നപ്പോൾ ഞാനൊന്ന് പതറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഇന്നും ദൈവത്തിന് ചിലപ്പോഴൊക്കെ മാപ്പി വഹിക്കുകയും അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയം കൂടാതെ. അപ്പോ അന്ന് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ചിന്തിക്കുക, ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഇല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ദൈവദാസനെ കർണാടക എന്ന് വിളിക്കുക. അദ്ദേഹം എന്റെ സീനിയർ ആയിട്ട് പഠിച്ചൊരു ദൈവദാസനാണ്. അപ്പൊ ആ ദൈവദാസന് കർണാടകയിൽ തന്നെ ഫോൺ ചെയ്യുന്നു. അദ്ദേഹം പെട്ടെന്ന് പറയുന്നത്, നീ നിന്റെ അക്കൗണ്ട് നമ്പർ എന്താണ്? അത് സുഖമാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. നിന്റെ അക്കൗണ്ട് നമ്പർ എന്താണ്? ഞാൻ പറഞ്ഞു, എന്തിനാ എന്റെ അക്കൗണ്ട് നമ്പർ? അത് കഴിഞ്ഞ 15-ാം തീയതി ദൈവം എന്നോട് പറഞ്ഞതാ, നിനക്ക് ഇച്ചിരി കാശ് അയച്ചു തരാൻ വേണ്ടി. പക്ഷെ ഇതുവരെ എനിക്ക് അയച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇന്ന് കഴിഞ്ഞ രാത്രി ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞു, നീ ആദ്യം അദ്ദേഹത്തിന് ഇച്ചിരി കാശ് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ടി ഇതൊന്ന് അക്കൗണ്ട് നമ്പർ. ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്കിവിടെ കാശിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം എന്റെ ചിന്തയിൽ ഈ ദൈവദാസൻ കഷ്ടതയില്ല. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല.
അപ്പോ ഞങ്ങൾ ഒത്തിരി ആ ബൈബിൾ കോളേജ് ഇറങ്ങിയ ശേഷം അദ്ദേഹം കർണാടകയിൽ പോയതിനു ശേഷം ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം അതിനുള്ള സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ ഫോൺ നമ്പർ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് തന്നെ ആകെ ഒരു അദ്ദേഹം പറഞ്ഞില്ല, നീ പെട്ടെന്ന് എനിക്ക് അക്കൗണ്ട് നമ്പർ, കാരണം ദൈവാത്മാ പറഞ്ഞു എനിക്കിത് ചെയ്തേ പറ്റും, നിനക്ക് കാശിന്റെ ആവശ്യമില്ലെങ്കിൽ നീ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനിവിടെ കാശിന്റെ ഏറ്റവും ഒരു 5 രൂപ നോക്കി കിടക്കുന്ന മനുഷ്യൻ പറയുന്ന ഒരു വാക്കാണ്, ഇവിടെ കാശിന് ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം എനിക്ക് ഒരു 5 മിനിറ്റിനകത്ത്, ഒരു 2-3 മിനിറ്റിനകത്ത് എന്റെ അക്കൗണ്ടിലും പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് വരുന്നു, 3000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ ഈ 3000 രൂപ എനിക്ക് 30 ലക്ഷം രൂപയുടെ ഒരു അതിന് അപ്പുറമായിരുന്നു എനിക്ക് അന്ന് ആ 3000 രൂപ. കാരണം ഇന്നും അത് ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയുക. കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ആ മാർക്കറ്റിൽ നിന്ന് അലറി അങ്ങ് വിളിച്ചു. ഞാന് പരിസര ബോധമില്ലാത്തവരായിട്ട് മാറി. പെട്ടെന്ന് ഒരു വിളി. അപ്പം അന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം അന്ന് തന്നെ കാണുന്ന ഒരു സാറെന്നുള്ള രീതിയിലാണ്. കാരണം സ്കൂളിൽ ഇരുന്നത് കൊണ്ടും സ്കൂളിൻ്റെതായ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും നമസ്തേ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് ഉറച്ച് വിളിക്കുക എന്ന് പറയുന്ന അത് അങ്ങനെ ഒരു വിളിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പോയി പരിസരബോധം വന്നു. പെട്ടെന്ന് വന്ന് പൈസ എടുക്കുന്നു, സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കരയുക. സാധനം എടുക്കുകയല്ല, ഈ സാധനങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പരസ്പരം കരയുക. കാരണം ദൈവം കൂടെ ഇരുന്ന് ചെയ്യുന്ന ദൈവം ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ദൈവം ഉപേക്ഷിക്കത്തില്ല, 100%. അതിന് വനത്തിനകത്തായാലും ശരി തന്നെ ദൈവം ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ല. അന്ന് മുതല് പിന്നെ അടുത്തൊരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞാൽ, എനിക്ക് വീട്, അതായത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായി. വാടക എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ കൊടുത്തു തുടങ്ങി. പിന്നെ ആ സമയത്ത് ചെറിയ ചർച്ചിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും അങ്ങനെ ഇവിടെ ഹിന്ദിക്കാർ ഇതുകൊണ്ട് വലിയ വരുമാനമൊന്നുമില്ല ചർച്ച്. അപ്പൊ അങ്ങനെ വാടക അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വാടക കൊടുത്തു തുടങ്ങി. അപ്പൊ ഞാനൊരു ചെറിയ വാഹനം ഓടിക്കാനായിട്ട് കിട്ടി. അങ്ങനെ വാഹനത്തിൽ സ്കൂൾ ട്രിപ്പ് അടിച്ചു തുടങ്ങി. ആ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പൊ എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സെറ്റായി വന്നു. അപ്പൊ ഇങ്ങനെ വാടക കൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ചില സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി ലേറ്റായി. അതൊരു മലയാളി വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, മലയാളിയുടെ വീടാണ്. എന്നാലും അവരെന്ത് ചെയ്യുന്നത്, ഒരു ദിവസം ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരുങ്ങിന്നപ്പോ പെട്ടെന്ന് വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാത്റൂമിൽ കറണ്ട് അടിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതെന്തോ ബാത്റൂമിൽ കറണ്ട് അടിക്കുന്നെന്ന് പറഞ്ഞ് ഓടിപ്പോയി അവിടെ നോക്കിയപ്പോ കാണാം, പുറകു വശത്തുനിന്ന് ഈ കറണ്ടിന്റെ കണക്ഷന് ബാത്റൂമിനകത്തുള്ള ഈ കമ്പിയിൽ ഇങ്ങനെ കൊരുത്തിട്ടേക്കുക. അപ്പൊ എനിക്ക് ആ പാടെ ടെൻഷൻ ആയിപ്പോയി. കാരണം എന്തെങ്കിലും കാരണം അതിനാ പാസ്റ്റർ ഈ തുണി വിരിക്കുന്നത്. അപ്പൊ കറണ്ട് അടിക്കാനും ഒരു മനുഷ്യൻ മരിക്കാനൊന്നും വലിയ സമയം വേണ്ട. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓണറിന് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായിപ്പോ. ഞാൻ പെട്ടെന്ന് ഓണറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് മാറണമെങ്കിൽ പറഞ്ഞാൽ പോലെ, നിങ്ങൾ അങ്ങ് മാറിക്കോ. പെട്ടെന്ന് അദ്ദേഹം അപ്പൊ മാറിയാലും ഇനി എവിടെ പോകും, എനിക്ക് ആരും, അപ്പൊ എല്ലാവർക്കും അറിയാം പാസ്റ്ററാണെന്നറിയാം. അങ്ങനെ എനിക്ക് ആരും വീട് തരത്തില്ല ഇവിടെ, അങ്ങനെ വാടക വീട് കിട്ടാനില്ല. ആകെ പ്രശ്നമായി. ഞങ്ങൾ അന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങൾ അലയുന്നു, ഒരു വീടില്ല, വാടകയ്ക്ക് വീടില്ല, ആകെ പ്രശ്നമായി. അങ്ങനെ ഒരു സമയത്ത് ഒരു തമിഴ് വീട്, ഞാൻ ഇന്ന് താമസിക്കുന്നത്, ഇന്ന് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 13 വർഷമാകും. ഈ വീട്ടിൽ തന്നെയാണ് താമസം. ഈ വീടിന്റെ സാരി ഇതിപ്പോ ഞാൻ കർട്ടൻ ഇട്ടേക്കുക. ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഇവിടുത്തെ ചട്ടായി മോഡൽ. ചട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബംബു, അതായത് വേ കീറിയതിന് ശേഷം അതിനെ പാവോലെ മെടഞ്ഞ് അങ്ങനെ ചെയ്തൊരു സെറ്റപ്പിൽ ഒരു വീടായത്. അപ്പൊ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഫുള്ളും ചട്ടായിൽ മാത്രം തറ, ചാണകം വഴുകിയ തറ, അങ്ങനെയുള്ള ഒരു വീട്. പക്ഷെ എന്നാലും ഒരു വീട് കിട്ടി, നമുക്കൊരു സേഫ് ആയിട്ട് ജീവിക്കാൻ ഒരു വീട് കിട്ടി. അങ്ങനെ ഈ വീട്ടില് ഞാൻ വാടകയ്ക്കായിട്ട് ഇവിടെ വരാനായിട്ടുണ്ട്. ഇവിടെ ഈ വീടിന് 4000 രൂപ വാടക. അപ്പൊ ഈ വീട്ടിൽ ഞാൻ താമസത്തിന് വന്നു. അപ്പൊ താമസത്തിന് അന്ന് മറ്റാരും എനിക്ക് വീടുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ തന്നെ തൊട്ടടുത്തുള്ളവർക്കെല്ലാം പ്രശ്നം. ഞാൻ ആക്ച്വലി ഇവിടെ ഞങ്ങൾ കുറച്ച് പാട്ടുപാടി പോലും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു ഓണറിനെ വിളിച്ച് പറയുന്നു. അപ്പൊ ഇവരെല്ലാം ഹിന്ദുക്കളാണ്, ഈ ഓണറും എല്ലാം അങ്ങനെ. അപ്പൊ അവരോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ നിങ്ങളൊരു പാസ്റ്റർക്ക് സ്ഥലം കൊടുത്തു, അദ്ദേഹം ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് പാട്ടും പ്രാർത്ഥനയൊക്കെയാണ്, നിങ്ങൾ അവരെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഓണർ പെട്ടെന്ന് ഈ പറഞ്ഞ ആളിനോട് പറഞ്ഞു, അത് ഈ ക്ഷേത്രത്തിൽ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഉറച്ചല്ലേ സംസാരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് പ്രശ്നമല്ലേ, അദ്ദേഹം വെച്ചിട്ട് അവിടെ, കാരണം ഇവിടെ ഒരു ചർച്ച പോലും നടത്തുന്നില്ല. ചർച്ച നടക്കുന്ന ഭയങ്കര സംഭവമാണ്. കാരണം ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചർച്ച നടത്താൻ സ്ഥലമില്ല. അപ്പൊ ചർച്ച നടത്താൻ സ്ഥലമില്ലാതെ വന്നപ്പോഴേ ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ കാർ ഷെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ട് സൈഡില് സാരി ഇങ്ങനെ കെട്ടും. ഞായറാഴ്ച രാവിലെ എന്തെന്നറിയോ, 4 സാരി വലിച്ച് 4 വശത്ത് കെട്ടും. അതൊരു കാർ പാർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ കാറൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം, വാഹനം എടുത്ത് മാറ്റിയതിനു ശേഷം ഈ 4 സാരി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അതിനകത്തിരുന്നാണ് ആരാധന. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് മൊത്തം വെള്ളം അഴുത്തി ഇതെല്ലാം ഇങ്ങനെ അകത്തോട്ട് വരും. പിന്നെ അവിടെ നിന്നെല്ലാം ഞങ്ങളെല്ലാം കൂടെ എണീറ്റ്. പക്ഷെ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ ആരാധിച്ചു വന്നത് കൊണ്ട് തന്നെ ജനത്തെ ദൈവം വിശ്വാസത്തിൽ നയിച്ചു. ദൈവം അത്ഭുതങ്ങൾ ഇതൊക്കെ പറയുന്നത് ദൈവം വലിയ വലിയ അത്ഭുതങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വിഷയങ്ങൾ 1-2 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വരും. അപ്പോ ഇത് ഇങ്ങനെ അപ്പൊ വീടില്ല, ചർച്ചിന്റെ ആരാധന ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ചർച്ച് വേറെ സ്ഥലം നമുക്ക് ലീസിലെടുത്തു. അവിടെ വന്നിട്ട് ഒരു 7 വർഷം അവിടെ ചെറിയ ഷെഡ് കെട്ടി, അതിനകത്ത് 7 വർഷം അങ്ങനെ ചർച്ചിനെ ദൈവം വളർത്തി. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ദൈവം ഒരു സ്ഥലം തന്നു. ഇന്ന് ആ സ്ഥലത്തിന് ദൈവം
നമുക്കൊരു നല്ലൊരു ആലയവും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആലയത്തിന്റെ ഒരു വിഷയം. അപ്പൊ ഇവിടെ ആൻഡമാനിലെ ഡിഗ്ലിപ്പൂരിനകത്ത് ആദ്യമായിട്ടാണ് ചർച്ച് ഒന്ന് രജിസ്റ്റർ ആകുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് വിഷയമാണ്. ഇവിടെ ചർച്ച് ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കത്തില്ല വസ്തു ചർച്ചിന് വേണ്ടി. ബാക്കിയെല്ലാം ചില ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കത്തോലിക് മറ്റങ്ങളിലെ സഭകൾ എന്ന് പറഞ്ഞാൽ എൻക്രോച്ച്മെന്റ് സ്ഥലത്താണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പ്രമാണമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സഭയ്ക്ക് വേണ്ടി, ഞാൻ ഈ AG അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് മലയാളം ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററാണ്. അപ്പൊ ആ AGയുടെ കീഴിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തു. അത് ഒത്തിരി വർഷം കഷ്ടപ്പെട്ടു, 3 വർഷം വരെ ഇതിന്റെ ബാക്കി നടന്ന് പലരെ കണ്ടു, പലരുമായിട്ട് സംസാരിച്ച് ഒത്തിരി കാശ് ചിലവാക്കിയതിനു ശേഷമാണ് സഭയ്ക്ക് വേണ്ടി ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചത്. കാരണം ഇവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ മിലിറ്ററി, നേവി, കോസ്റ്റ് ഗാർഡ് അങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടും ഇവിടുത്തെ സ്ഥലങ്ങൾ അങ്ങനെ പെട്ടെന്ന് മറ്റു രീതിയിലേക്ക് അവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്തായാലും ദൈവകൃപയാൽ ഞങ്ങൾക്കത് ഈ ഇടയ്ക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ ദൈവം സഹായിച്ചു. അപ്പൊ അതൊരു ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം. അപ്പൊ എങ്ങനെ സഭ വളരുന്നു? സഭ വളരുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ തുടക്കം മുതൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പറയുക. അതാ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള വിഷയം അതാ. കാരണം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. കാരണം ആദ്യമായിട്ട് ഇവിടെ ഞാൻ വന്നു, ഇവിടെ ആൻഡമാൻസിൽ വന്ന് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്കൂളൊക്കെ നടത്തി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഒരു സഹോദരന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഇന്നൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ബൈബിളിന്റെ കാര്യങ്ങളെല്ലാം അറിയാം, എന്റെ വീട്ടിലാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവരെ കൂടെ പാസ്റ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എനിക്ക്. പക്ഷെ അദ്ദേഹത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു അന്ന്. പക്ഷെ അദ്ദേഹം എവിടെ ചർച്ചിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളത്, എനിക്ക് ഞാൻ ബൈബിളൊക്കെ വായിച്ച് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ എന്റെ വീട്ടുകാരെ പാസ്റ്റർ ഒന്ന് വായിക്കണം, നമുക്ക് ഇന്ന് വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കിട്ടിയ ഒരു അവസരമല്ലേ, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, വനത്തിനകത്ത് ഇച്ചിരി വനത്തിൽ നടന്ന് ഒത്തിരി വനത്തിനകത്ത് പോകണം. അവിടെ പോയപ്പോ ഒരു 3 വീട് അടുത്തടുത്തിരിപ്പുണ്ട്. 3 വീട് അടുത്തടുത്തിരിപ്പുണ്ട്. അപ്പൊ ഈ 3 വീട് അടുത്തടുത്തിരിക്കുമ്പോ അതിന്റെ നടുക്കില് ഒരു വീട്, ഒരു കൊച്ചു കുടില്. ആ കുടിലിനകത്ത് ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്. ആ അപ്പച്ചന്റെ കയ്യും കാലും എല്ലാം ഇങ്ങനെ ചാക്കിട്ട് കെട്ടിയിട്ടേക്കും. ചാക്കിൽ കെട്ടി, ഈ കാലെല്ലാം ഇങ്ങനെ ചാക്കിൽ കെട്ടി, തലയിൽ കൂടെ ഇങ്ങനെ പഴുപ്പൊക്കെ ഒലിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് എനിക്കൊരു ഡൗട്ട് അടിച്ചു. സത്യസന്ധമായിട്ട് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്തോ അസുഖം. അപ്പൊ ഒരു പ്രാർത്ഥിക്കാനുള്ള സമയത്ത് അവര് ആരും ഭക്ഷണം അങ്ങനെ കൊടുക്കുന്നത്, അപ്പുറപ്പുറമുള്ള വീട്ടുകാരെല്ലാം മക്കളൊക്കെ അപ്പുറപ്പുറം താമസിക്കുന്നത്. അപ്പൊ അവരൊന്നും അടുത്തൊന്നും ആരും വരുന്നില്ല, എല്ലാവരും ദൂരെ ദൂരെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പച്ചന്റെ ഇച്ചിരി അടുത്തായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിക്കാനുള്ള സമയം അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അസുഖം? അപ്പൊ പറഞ്ഞു അത് കുഷ്ഠരോഗം. ഞാൻ ആകെപ്പാടെ എന്താ പറയുന്നത്, ആകെ ടെൻഷനിലായി. കാരണം കുഷ്ഠരോഗിയുടെ അടുത്ത് നമ്മൾ പണ്ട് വരെ കേട്ടിട്ടുള്ളതല്ലേ, നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളത്. കാരണം കുഷ്ഠരോഗിയുടെ അടുത്ത് പോകാൻ പാടില്ല, അദ്ദേഹത്തെ തൊടാൻ പാടില്ല, കാരണം ആ അസുഖം നമുക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ദൈവം എന്റിലൂടെ ഒരു അത്ഭുതം ചെയ്തു. ആ ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് വരാം. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് പേ പിടിച്ചിട്ട് ഇന്ന് രാത്രി 12:30 അദ്ദേഹം മരിക്കും, 12 മണിയാകുമ്പോൾ അദ്ദേഹം മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയ ഒരാള്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിൽ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൊണ്ട് കോമ്പൗണ്ടിൽ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോകും. കാരണം അന്ന് നാട്ടുകാർക്ക് ആവശ്യമായിരുന്ന കാര്യം, ഗ്രാമവാസിക്ക് ആവശ്യം സഭയിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിലാക്കാം. അപ്പോ അങ്ങനെ ഒരു വിഷയത്തെ ഇദ്ദേഹത്തെ കൊണ്ട് അവിടെ ഇദ്ദേഹം വയലന്റ് ആയാൽ, അതായത് പേടിച്ചവർ വയലന്റ് ആയാലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ടും ഭയങ്കരമായിട്ട് വയലന്റ് ആവും. കുറച്ച് സമയം പിന്നെ ശാന്തം, വീണ്ടും വയലന്റ് ആവുന്നു, വീണ്ടും ശാന്തം. അപ്പൊ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, ഇദ്ദേഹത്തെ കൊണ്ട് സ്വന്തമായിട്ട് കെട്ടിപ്പോലും ഇട്ടില്ല, കൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ആ കോമ്പൗണ്ടിൽ കൊണ്ട് അങ്ങ് വിട്ടിട്ട് പോയി. അപ്പൊ ഞാനുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു കുടുംബമുണ്ട്, അവിടെ പെൺകുഞ്ഞുങ്ങളും അച്ഛനും അമ്മാമ്മയും അങ്ങനെ അവരെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇദ്ദേഹം ഈ കാട്ടെന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുമല്ലോ, ഈ 3 മുള വെച്ചിട്ട് ഇങ്ങനെ അതിൽ കയറ് കെട്ടിയിട്ട് ഇതിനെ കൊണ്ട് കിടത്തിയിട്ടാ പോകുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങ് ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നു. ഇദ്ദേഹം വയലന്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തെ കയറി കെട്ടി അങ്ങ് പിടിച്ചു. കാര്യം പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇദ്ദേഹത്തെ കയറി കെട്ടിപ്പിടിച്ചപ്പോൾ ഇദ്ദേഹം എന്നെ മൊത്തം പുറമെല്ലാം മാന്തി പൊളിക്കുന്നു. അദ്ദേഹത്തിന്റെ തുപ്പൽ മുഴുവൻ എന്റെ ദേഹം മൊത്തം തുപ്പൽ വീഴുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും നോർമൽ ആവുന്നു, അദ്ദേഹത്തെ അവിടെ കിടത്തുന്നു. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ ഇദ്ദേഹം വയലന്റ് ആവുന്നു, വീണ്ടും കയറി കെട്ടിപ്പിടിക്കുന്നു, വീണ്ടും ദേഹമെല്ലാം മാന്തുന്നു, പൊളിക്കുന്നു, ആകെ പ്രശ്നം. അപ്പൊ ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങളെ കൂടെ നിന്ന് എല്ലാവരുടെ അദ്ദേഹത്തിന് തുപ്പലായിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നഖമൊക്കെ ഇങ്ങനെ ഇട്ട് വാന്തി. കാര്യം ഇത് ആകുമ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ഈ സംഭവം കാണുക. അപ്പൊ ഇതിങ്ങനെ ദേഹം മൊത്തം വാന്തി പൊളിച്ചു. അപ്പൊ ഞാൻ എന്നെ ദൈവം സൂക്ഷിക്കുന്ന, ദൈവത്തിന്റെ വിലയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ ദൈവം സൂക്ഷിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത്. അന്ന് രാത്രി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഇദ്ദേഹം നോർമൽ ആകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ഇദ്ദേഹം വയലന്റ് ആകുമ്പോൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. 1-2 പേർ പിടിച്ചാലും നിൽക്കത്തില്ല, ഇങ്ങനെ ബലം പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ രാത്രി 11:30 വരെ പിടിച്ചു. പിന്നെ അദ്ദേഹം ഉറങ്ങി. കറക്റ്റ് 12 മണിയായപ്പോൾ അദ്ദേഹം ചാടി എണീറ്റു.
അതുവരെ ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല, ദേഹം മൊത്തം തുപ്പലും എല്ലാം ഇങ്ങനെയായിട്ട് വല്ലാത്ത രീതിയിൽ നമ്മൾ നിൽക്കുക ഞങ്ങൾ എല്ലാവരും. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റു. ചർച്ച് ഒരു ചെറിയ ഹാളുണ്ട്, ആ ഹാളിന്റെ അവിടെ ഒരു പുതിയ നിയമനം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പോയി അതിന്റെ അടുത്ത് ഇങ്ങനെ മലന്ന് വീണിട്ട് കമന്ന് വീണിട്ട് യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ചിന്ത, ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ, ഒരു ബോധമില്ലാത്തൊരു മനുഷ്യൻ, പേ പിടിച്ച് ഇത്രയും വയലന്റ് ആയിരുന്ന ഒരു മനുഷ്യൻ, അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞതാരാ? ഞങ്ങൾ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. സുവിശേഷം പറയാനുള്ള അറിയാമല്ലോ, സുവിശേഷം പറയുക എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് യേശു എന്നെ വിടുവിച്ചെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇത് ഭയങ്കര അത്ഭുതമായി. ഇതെന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം നമ്മളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അദ്ദേഹം എന്നിട്ട് ഞങ്ങളോട് എന്ത് പറ്റിയെന്നാ ചോദിക്കുന്നത് ഞങ്ങളെടുത്ത് വന്നിട്ട്. എന്റെ ദേഹത്തൂടെ ഒക്കെ ബ്ലഡൊക്കെ ഒത്തിരി ഒഴുകുന്നുണ്ട്, ഡ്രസ്സ് മൊത്തം ബ്ലഡിൽ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്, മൊത്തം ദേഹം മൊത്തം തുപ്പലായിട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ എന്താ പറ്റി, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് അദ്ദേഹം ഇങ്ങോട്ടൊന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് അദ്ദേഹം പോകുന്നത്. അപ്പം ഇതൊരു ഭയങ്കര അത്ഭുതം. പക്ഷെ തിരിച്ച് ഞാൻ എന്നിലേക്ക് വരുക, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതം. കാരണം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ളത്, പേ പിടിച്ച ഒരാളിനെ നമ്മളിങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് എന്ത് ചെയ്യും, നമുക്കും പേ പിടിച്ച് മരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ളത്. പക്ഷെ അത് അല്ല എന്ന് തിരുത്തിയ ഒരു മനുഷ്യനെയാണ് ദൈവം ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്റെ ദൈവം ജീവിക്കുന്നത്. കാര്യം, ഒരർത്ഥവും നിനക്ക് ഭവിക്കൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തിലും തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇന്ന് ഏകദേശം 20 വർഷത്തോടടുപ്പിച്ചായിട്ട് എന്റെ ശരീരത്തിൽ അങ്ങനെ ഒരുവിധമാകുന്ന പ്രശ്നം ദൈവം ഉണ്ടാക്കി. ആമേ. കാരണം അത് ലാസ്റ്റ് മൊമെന്റിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. കടിക്കുന്നു, മാന്തുന്നു, എല്ലാം ചെയ്തിട്ടും കൂടെ ദൈവം. അപ്പൊ അന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവത്തെ ഞാൻ ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് നിന്ന് ഓർക്കുക. അപ്പൊ സംഭവിക്കത്തില്ലെന്നൊരു മനസ്സിലുണ്ട്. പക്ഷെ കുഷ്ഠരോഗിയുടെ അടുത്ത് വന്നപ്പോ ഒരു ഭയം, എങ്ങനെയോ എന്റെ മനസ്സിനകത്തൊരു ഭയം, അയ്യോ ഇതിപ്പോ എന്താ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് എന്റെ അകത്തൊരു സംസാരം, അകത്തെന്നോട് ആലോചിക്കും, നീ എന്തിനാ ഇവിടെ വന്നേ? അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഓക്കെ, പ്രാർത്ഥിക്കാൻ. യേശു ക്രിസ്തു എങ്ങനെ കുഷ്ഠരോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? എങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി? അത് തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ ഇത് രണ്ടും എന്റെ മനസ്സിനകത്ത് നടക്കുക. മനസ്സിനകത്ത് ചോദിക്കുന്നു, മനസ്സിനകത്ത് ആൻസർ കൊടുക്കുന്നു, മനസ്സിനകത്ത് ചോദിക്കുന്നു, മനസ്സിനകത്ത് ആൻസർ കൊടുക്കുന്നു, തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ എനിക്കൊരു വിഷയം മനസ്സിലാക്കി. ഇത്ര കഴിഞ്ഞ സംസാരം നിന്നു, എനിക്കൊരു വിഷയം മനസ്സിലാക്കി, തൊടാതെ സംഭവം നടക്കത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള വിഷയം തൊട്ടാല് പ്രശ്നമാണ്. പക്ഷെ ദൈവകൃപയാൽ ഈ ഒരു സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ തലയിലേക്ക് പോയി കൈവച്ചു. കൈകൾ മുഴുവനും പഴുപ്പായി. അദ്ദേഹത്തിന്റെ ദേഹത്ത് മൊത്തം ശരീരത്തോട് കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി വന്നിട്ട് കൈ കഴുകി ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ആഴ്ച ഞാൻ ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞ വിശ്വാസത്തോട് പറഞ്ഞിട്ടാ വന്നേ. പക്ഷെ പിറ്റേ ആഴ്ച കുഷ്ഠരോഗിയെ ദൈവം വിടുവിക്കുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നെങ്കിൽ എന്റെ മനസ്സിൽ അത്ര വലിയ വിശ്വാസമൊന്നും, പക്ഷെ ഉള്ള സത്യസന്ധ, ഞാൻ ദൈവദാസനായത് കൊണ്ട് കൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം എന്റെ മനസ്സിൽ അത്ര വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിറ്റേ ആഴ്ച മടങ്ങി അവിടെ ചെന്നപ്പോൾ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു. എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു പ്രേക്ഷകരെ. കാരണം ദൈവം, ഞാൻ അവിടെ കടന്നു ചെന്നപ്പോ കണ്ടൊരു കാഴ്ച, തലയെല്ലാം ഉണങ്ങി, ചാക്കെല്ലാം മാറ്റി, പകുതി വിരലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെല്ലാം ഉണങ്ങിയ ഒരു മനുഷ്യനെ കാണാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാനത് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം ഉണ്ടെന്നേ അത് നടന്നിട്ട് 15 വർഷം ആവുക. ദൈവം ഈ കൈകളൊക്കെ നോക്കിയ, ഈ കാലും കൈയൊക്കെ നോക്കിയ, എല്ലാം നന്നായിട്ട് ദൈവം വച്ചിരിക്കുക. കാരണം ദൈവം കൂടെയുണ്ട്. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാനായിട്ട് അതൊരു അത്ഭുതം. അദ്ദേഹത്തിന് ഒത്തിരി പ്രായം ചെന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഈ കുറച്ച് സമയത്തിന് മുമ്പ്. ഇത് ഒന്നാമത്തെ ഒരു അത്ഭുതം. രണ്ടാമത്, സഭ വളർന്നു തുടങ്ങി ഇങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ നാട്ടിലൊരു ഭ്രാന്തനായിട്ട് ഒരു മനുഷ്യനുണ്ട്. ഭ്രാന്തൻ എന്ന് പറയാനൊക്കത്തില്ല, മദ്യപിച്ചെന്ന് പറഞ്ഞ് രാവിലെ എണീക്കുന്ന ഒരു മദ്യപാനത്തില, പശുത്തൊഴുത്തിലാണ് കിടന്നുറങ്ങുന്നത്. നാട്ടുകാർക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നാട്ട് മൊത്തം ഈ എറിഞ്ഞ്, ഇത് ആൾക്കാരുടെ കണ്ണാടി ചില്ലെല്ലാം എറിഞ്ഞിട്ട്, ഈ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിന്റെ കണ്ണാടി ചില്ലെല്ലാം എറിഞ്ഞിട്ട് ഇവിടെ നിന്ന് തെറിപ്പാട്ട് പാടുക, ഇങ്ങനെയുള്ള ഭയങ്കര സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ ആൾക്കാരെല്ലാം കൂടെ കെട്ടി ചർച്ചിൽ കൊണ്ടിട്ടു. പക്ഷേ ദൈവം ചെയ്തൊരു അത്ഭുതം, അദ്ദേഹം ചർച്ചിനകത്ത് ആ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറുന്ന സമയം തന്നെ അദ്ദേഹം പറയുന്നത്, അന്ന് സ്കൂളിന്റെ ആ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഈ പിശാചുക്കളെല്ലാം ഇനി ഇറങ്ങി പുറത്തു പോയി നിൽക്കുക, അകത്താരും വന്നിട്ടില്ല, അവരവിടെ നിന്നിട്ട് വെട്ടും എന്നൊക്കെ പറയുക. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോലും പൈശാചിക ശക്തികൾ പ്രവേശിക്കത്തില്ലെന്ന് പറയുന്ന ഒരു സംഭവം ഇതാ. അപ്പൊ ദൈവം അവിടെ നിന്ന് തന്നെ ആ പിശാചുക്കളെല്ലാം ഓട്ടിച്ചു. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന് ചെറിയ ഇതുണ്ടായി. അപ്പൊ ആ പൈശാചിക ശക്തി അന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങ് മാറി, ഫുള്ളായിട്ട് വിട്ടുമാറിയപ്പോ അദ്ദേഹം പിന്നീട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില കഥകളാണ് കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ ചർച്ചിലോട്ട് വരുമ്പോൾ അദ്ദേഹം പിന്നെ എല്ലാ ദിവസവും വന്ന് ചർച്ചിൽ കുറെ നേരം ഇരിക്കും, ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വാസം. അദ്ദേഹം ഒരുപാട് ആ മനുഷ്യനിലൂടെ ഒരുപാട് പൈശാചിക ശക്തികളെ ദൈവം
തുരത്താനായിട്ടിടയായി. കാരണം ആ വ്യക്തി ചർച്ചിലോട്ട് വരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പക്ഷെ ഞാനിങ്ങനെ വരുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഈ പിശാച് നിന്നിട്ട് നിന്നെ ഇപ്പൊ വെട്ടുമെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം എന്താ അറിയോ, ഇദ്ദേഹം തിരിച്ച് പറയാൻ അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ വെട്ടുമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹം ചാടിപ്പോ. അപ്പം ഞാൻ പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി, അയ്യോ അങ്ങനെ ഒന്നും കാണിക്കരുത്, കാര്യം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഭ്രാന്തനായെന്ന് പറയും. പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ ദൈവം അദ്ദേഹത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയുന്നത്, ഒരു പൈശാചിക ശക്തിയിൽ നിന്ന് ഒരാളിനെ വിടുവിക്കുന്നു, വീണ്ടും അദ്ദേഹം വരുന്നു, വീണ്ടും ഇനി ഒരു 1-2 സംഭവങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെന്ന് പറയാം. എനിക്ക് ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒരാൾ വരുന്നു. അദ്ദേഹം ഈ മിന്നൽ ഇടി കൊണ്ടിട്ട്, ഞാനിങ്ങനെ സ്പെഷ്യൽ സംഭവങ്ങളാണ് പറയുന്നത്. മിന്നല് ഇത് കൊണ്ടിട്ട് അദ്ദേഹത്തെ വൺ സൈഡ് അകത്ത് കരിഞ്ഞു പോയെന്നാണ് പറയപ്പെടുന്നത്. ഞാനത് എക്സ്റേ റിപ്പോർട്ട് കണ്ടില്ല, പക്ഷെ വൺ സൈഡ് കരിഞ്ഞു പോയി. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു 1-2 ആഴ്ചക്കകത്ത് മരണപ്പെട്ടു പോകും, അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഒത്തിരി കാലമായിട്ട് ലിക്വിഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ, ഭയങ്കരമായിട്ട് ചുമക്കും. അപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് ചുമച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ പോയി കണ്ടു. അപ്പൊ അവര് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഞാൻ ഇരിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചർച്ചിലോട്ട് വന്നു. അതൊരു ബംഗാളി ഫാമിലിയെ, ചർച്ചിലോട്ട് വന്നുള്ള പറഞ്ഞു. അങ്ങനെ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തെ ചർച്ചിൽ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം വന്ന് ബാക്കിലിരിക്കുക. ബാക്കിൽ ദൈവം പറഞ്ഞു പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞു. ആരാധന കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വരുന്നു, പ്രാർത്ഥിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് പ്രാർത്ഥന കഴിഞ്ഞ് സ്പീഡിൽ നടന്നു പോവാ. വന്നപ്പോ ആൾക്കാർ ഇങ്ങനെ പിടിച്ചാ കൊണ്ടുവരുന്നത്, പതിയെ പിടിച്ചിറക്കി കൊണ്ടുവന്ന ആള് ആരാധന കഴിഞ്ഞ ഉടനെ ആൾക്കാരെ മുമ്പിൽ കൂടെ ഇദ്ദേഹം സ്പീഡിൽ നടന്നങ്ങ് പോകുന്നു. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ദൈവം ചെയ്തൊരു അത്ഭുതം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നു, നേരെ മേളിൽ കയറിയിട്ട് അവരുടെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുക, എനിക്ക് ഭക്ഷണം വേണം. അന്ന് അവിടെ നിന്ന് അദ്ദേഹം ഭക്ഷണവും കഴിച്ചു, 2 ചപ്പാത്തിയെല്ലാം, കുറച്ച് ചോറും ചപ്പാത്തിയും എല്ലാം കൂടെ കഴിച്ചു. എത്രയോ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് കഴിച്ച് ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായിട്ട് വിടുവിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഭയങ്കര സംഭവം. രാത്രി ഒരു ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അതൊരു വലിയ, എന്റെ ജീവിതത്തിലെ എന്റെ വേറൊരു ദൈവം എന്നോട് സംസാരിച്ച എന്റെ അടുത്തുള്ള വേറൊരു സംഭവം. രാത്രി ഞങ്ങൾ 2:30 ഇവിടുത്തെ കുറെ ആൾക്കാർ വന്ന് എന്റെ വീട്ടുകടയിൽ നിൽപ്പുണ്ട്, കുറച്ച് ആൾക്കാർ. ഞാനന്ന് വീട്ടുകടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ രാത്രി 2:30 ഇറങ്ങിയിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു. അത് പാസ്റ്റർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിലാകപ്പാടെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം ഇവര് വരുമ്പോ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരാ, അടുത്ത് എന്തായവരുടെ പ്രതികരണം നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാര്യം എല്ലാവർക്കും പാസ്റ്ററാണെന്ന് അറിയാം. കാരണം ദൈവം ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറയാം പാസ്റ്ററെ. ഞാൻ എല്ലാവരോടും പറയും, കാരണം ദൈവം ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ശ്രുതി, അല്ലെങ്കിൽ ഈ ആലയത്തെ കുറിച്ചുള്ള ഒരു ശ്രുതി ദേശത്തിലങ്ങ് പടർന്നു. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇവിടെ വലിയൊരു അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള ശ്രുതി. അപ്പൊ ഈ ആൾക്കാർക്കെല്ലാം അറിയാം, മറ്റുള്ള ആൾക്കാർക്കെല്ലാം അറിയാം, ഇന്ന അടുത്ത് പോയാൽ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ രാത്രി 2:30 ഇവിടെ വന്നിട്ട് വിളിച്ചതിന് ശേഷം വരുന്നറിയോ, വീട്ടിലോട്ട് തന്നെ വിളിച്ചോണ്ട് പോവാ. വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, മന്ത്രവാദി, പൂജാരി, പിന്നെ അതുപോലെ തന്നെ കുറെ ഈ അവരുടെ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഒരു 8 പേര് ചേർന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. ഇവക്ക് രാത്രി ഭൂതം കയറി ആകെപ്പാടെ പ്രശ്നമായി, വൻബഹളവും ഇങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ നമുക്കിതൊക്കെ ദൈവം അത്ഭുതം ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെയാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തികളെ അതൊരു ഭയങ്കര ആവേശം. അപ്പൊ ഇവളിങ്ങനെ പിടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാൻ പോയ ഉടനെ തന്നെ പറഞ്ഞു, ശരി നിങ്ങളെല്ലാം വിട്ടേക്കും. അപ്പൊ അവരെല്ലാം പറഞ്ഞു, അയ്യോ സാറേ വിടാൻ പറയരുത്, കാരണം ഭയങ്കര ആക്രമണമാണ്, അതായതാണ്. ഓക്കെ, ഇല്ലല്ലോ കുഴപ്പമില്ല, നിങ്ങൾ വിട്ടേക്കാൻ പറഞ്ഞു. കാരണം പിശാചല്ലേ, പിശാച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ പാട്ടിന്റെ പൊക്കോളൂ, നമ്മള് അതും കിടന്ന് അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇത് പിശാച് ഒരുപാട് പൈശാചിക ശക്തികൾ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇത് സ്പെഷ്യൽ സംഭവങ്ങളായോണ്ട് ഞാൻ ഈ സ്പെഷ്യൽ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ചില അബദ്ധങ്ങളും കൂടെ ഈ പറഞ്ഞു പോകുന്നു. വിട്ട് കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ച് പെട്ടെന്ന് തന്നെ നോർമലായി. അപ്പൊ അവളിങ്ങനെ ഓക്കെ, ജസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ച ഉടനെ ഇവള് നോർമലായി ഉടനെ എണീറ്റിട്ട് പെട്ടെന്ന് ബാത്റൂമിലോട്ടങ്ങ് പോയി. അപ്പൊ നമ്മൾ ഒരു ചിന്ത, കണ്ടോ, വന്ന് 1 സെക്കൻഡ് പ്രാർത്ഥിച്ചു, നിങ്ങൾ രാത്രി മൊത്തം ചെയ്ത് നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് 1 സെക്കൻഡിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒക്കെ മാറി എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക. അപ്പൊ പൂജാരി അവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മളിങ്ങനെ ചേറിൽ അങ്ങനെ ഇരുന്നു. തെറ്റാ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഇരുന്ന് ഇപ്പൊ മനസ്സിലൊക്കെ ചിന്തിച്ചു, ദൈവം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു. ഈ പെൺകുട്ടി അങ്ങോട്ട് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് നൈറ്റി അവിടുത്തിരുന്നത് ഇതങ്ങോട്ട് മടക്കി കുത്തിയിട്ട് ഈ സൈഡിൽ ഈ അരിവാൾ വെച്ചിട്ടുണ്ടായിരുന്നു. അരിവാളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കൃഷിക്ക് ഉപയോഗിക്കുന്ന അരിവാൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു. അത് ഭയങ്കര മൂർച്ചയുള്ള വാക്കത്തി പോലത്തെ. ഇതിങ്ങോട്ട് വലിച്ചൂരി അങ്ങോട്ട് എടുത്തിട്ട് ഇരുന്നവരെല്ലാം വെട്ടാങ്ങ് തുടങ്ങി. ആൾക്കാരെല്ലാം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് ഞാനുമുണ്ട്, ഈ പെൺകുട്ടിയുണ്ട്. എന്തോ സംഭവിക്കുന്നത്, ഇതിപ്പോ നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ എന്റെ കൂട്ടത്തിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു, എന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത്. അവരെയും കൂടെ കൊണ്ടാ ഞാൻ ഈ പോകുന്നത്. ഇവരെയും കാണാനില്ല. ഇപ്പൊ ഞാനുമുണ്ട്, ഈ പെൺകുട്ടിയുണ്ട്. പക്ഷേ ആരെന്ന് പറഞ്ഞാലും ദൈവം നമ്മളൊരു സ്ഥലത്ത് വെച്ചാൽ രാത്രിയായാലും പകലായാലും ദൈവം കൂടെ നിൽക്കും. ദൈവത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ
ദൈവം കൂടെ നിൽക്കും. ആ ഒരു വിഷയം പറയാനാണ് ഞാൻ ഈ വിഷയത്തിൽ കൊണ്ടുവന്നത്. കാരണം അവിടെ പോയി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ പെൺകുട്ടി ഈ കത്തി ഇങ്ങനെ ഓങ്ങി. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് ഓടി, പൂജാരിയും പോടി, എല്ലാം സർവത്ര എല്ലാവരും ഓടി. ആരുമില്ല. എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ നിന്ന് ഇങ്ങനെ നോക്കുക എന്താ സംഭവിക്കുന്നത്. കാരണം ഈ ചട്ടായി വീടുകളായിട്ട് ഇതിനകത്തൂടെ എല്ലാം കാണാം. അപ്പൊ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇവളെന്ത് ചെയ്യുന്നറിയോ, ഈ കത്തി എടുത്തിട്ട് വീശി ഇങ്ങനെ അങ്ങ് എന്റെ കഴുത്തിന്റെ അവിടെ കൂടെ ഒരു വീശി. ഇത് ചിക്കെന്ന് പറഞ്ഞ സൗണ്ട് കേട്ടങ്ങ് പോവാ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ 2 അടി ബാക്കിലോട്ട് അങ്ങ് മാറി. 2 അടി ബാക്കിലോട്ട്. കാരണം തീർന്നു. ഈ കത്തിയുടെ സൈഡ് കൊണ്ടു കഴിഞ്ഞാൽ പോയി. അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് മാറി നിന്നിട്ട് പെട്ടെന്ന് അകത്ത് വീണ്ടും ആ പഴയ ഒരു ശബ്ദം, നീ എന്തിനാ ഇവിടെ വന്നേ? അത് ഭൂതത്തെ പുറത്താക്കാൻ. അകത്ത് വീണ്ടും മറുപടി കൊടുക്കുന്നു. അപ്പോ എന്നിട്ട് ഇപ്പൊ എന്തോ കാണിക്കുന്നത്? അത് പേടിച്ച് ബാക്കിലോട്ട് മാറി. കാര്യം കത്തിയല്ലേ. പിശാചാണെങ്കിൽ ഓക്കെ, ടെൻഷയല്ല. പിശാചിന്റെ കയ്യിൽ കത്തിയും കൂടെ ആയാൽ ആ പട പ്രശ്നമോ. അപ്പോ ഓക്കെ. അപ്പോ അത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ എന്തോ കാണിക്കുന്നത്, അത് പേടിച്ച് മാറി. ഇത്രയും തന്നെ മറുപടി കഴിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി പേടിക്കേണ്ട, ഫ്രണ്ടിലോട്ട് കയറി നിൽക്കണം. പക്ഷെ ഫ്രണ്ടിലോട്ട് കയറുന്ന ഈ കത്തിയുടെ അടുത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുക എന്ന് പറയുന്ന ചെറിയ കഥയല്ല. അപ്പോ ഓക്കെ, രണ്ടും കൽപ്പിച്ചു. ദൈവാത്മാവ് അകത്ത് സംസാരിച്ചത്. അപ്പൊ ഇനിയിപ്പോ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ടിലോട്ട് കയറി ഇങ്ങനെ നിൽക്കുക. അപ്പൊ 2 അടി ബാക്കിലോട്ട് വന്ന് ആ 2 അടി കറക്റ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് നിന്നത് വീണ്ടും ഈ കത്തി വലിച്ചങ്ങ് പൊക്കി. വലിച്ച് കത്തി പൊക്കിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വീശുക. അത് കറക്റ്റ് കത്തി എന്റെ കഴുത്ത് 2ാമത്തെ രീതിയിലാണ് ആ കറക്റ്റ് കത്തി ഇങ്ങനെ പോകുന്നത്. കറക്റ്റ് കൃത്യമായിട്ട് 2 അത് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ കത്തി ഇങ്ങനെ 1 സ്പീഡിൽ വരിക. 1 സ്പീഡിൽ വന്ന് എന്റെ കഴുത്തിന്റെ അടുത്ത് വന്നപ്പോ ഇങ്ങനെ വെട്ടി മാറ്റുന്ന പോലെ. അത് നോക്ക്, ഞാൻ കണ്ണങ്ങടച്ചു. ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കാനില്ല. കഴുത്ത് 2 എന്ന് ഞാൻ ചിന്തിക്കുന്ന സ്ഥാനത്ത് ഇതിങ്ങനെ സ്പീഡിൽ വന്ന കത്തി എന്റെ കഴുത്തിന്റെ അടുത്ത് വന്ന് ആരോ പിടിച്ചു നിർത്തിയിട്ട് ഇവളിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി താഴോട്ട് പോകും. വീണ്ടും ഇവിടെ അവിടെ നിന്ന് വീണ്ടും കത്തി വലിച്ചു പൊക്കുന്നു. വീണ്ടും 2ാമത് വീണ്ടും വീശുന്നു. കഴുത്തിന്റെ ഇവിടം വരെ വരുന്നു. ആരോ തടഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ആവുന്നു. ആ കത്തി താഴോട്ട് പോയി. പെട്ടെന്ന് ഞാൻ കൈ പിടിച്ചതിന് ശേഷം കത്തി പിടിച്ചു മാറ്റിക്കുന്നു. കത്തി പിടിച്ചു മാറ്റിയപ്പോൾ ആൾക്കാരെല്ലാം ഓടി വന്ന് പിടിച്ചിരുത്തി അവിടെ തലയിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അപ്പൊ തന്നെ ആ പിശാച് വിട്ടുമാറി. ആ സെക്കൻഡിൽ ആ പൈശാചിക ശക്തി വിട്ടുമാറി. അവിടെ ഇതെന്തോ സംഭവം എന്നുള്ളൊരു ഇതില്ല. കാരണം ആരോ ഇങ്ങനെ അടിച്ചവരുടെ കൈ ഇങ്ങനെ താഴോട്ടാക്കുന്നവരെ ആ ഒരു സംഭവം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിശാച് അങ്ങോട്ട് വിട്ടുമാറി. അപ്പൊ ഞാൻ മനസ്സിലായി തന്നെ പിശാച് മാറി എന്ന് പറഞ്ഞപ്പോ ഇനി എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. കാര്യം ഇവരോട് സുവിശേഷം പറയാം. അപ്പൊ രാത്രി 3 മണിക്ക് സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത് കാര്യം എല്ലാവരും. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു. നിങ്ങൾ ഒരു ബംഗാളി ബൈബിൾ എടുത്തിട്ട് ആ പെങ്കൊച്ചിന് കൊടുത്തിട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഇന്ന് രാത്രി മൊത്തം നീ ഇതിരുന്ന് വായിക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13 വാക്യ ഇത് മാറ്റിയിട്ട് ഞാൻ ബാക്കിയെല്ലാം പറഞ്ഞു. ശരി, ഇവിടെ മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങും. ഇവരെല്ലാം വായിച്ച് കേൾപ്പിക്കണം. പക്ഷെ ഇവിടെ ഇരുന്നോണെന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞു, നിങ്ങൾ ആരും പുറത്തു പോകരുത്. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ വരും. കാര്യം ബൈ ചാൻസ് പുറത്ത് പോയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തേലും ഇവിടെ തന്നെ ഇരുന്നു. വേറെ സെന്റൻസ് കൂടെ ഞാൻ ഉപയോഗിച്ചത് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ അകത്ത് തന്നെ ഇരുന്നോണം. ഒറ്റ മനുഷ്യനും പുറത്തിറങ്ങരുത്. ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇതിനകത്ത് തന്നെ പൊക്കോണം. ആരും പുറത്തു പോകരുത്. എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോണം. രാവിലെ വരെ ഇത് വായിച്ചു കേട്ടോണം. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ വരും. 10 മണിയാകുമ്പോൾ വരുന്നത് വരെ എല്ലാവരും പൂജാരിയാകട്ടെ ഇനി മന്ത്രവാദിയാകട്ടെ ആരും ഇവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു. എല്ലാവരും കൈ തൊഴുതു ഓക്കെ സാറേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് രാവിലെ 10 മണിക്ക് മുമ്പ് ഞാൻ കുളിച്ച് റെഡിയായി അവിടെ പോയപ്പോ എല്ലാവരും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആരും അനങ്ങിയിട്ടില്ല. ആ കൊച്ചു ബൈബിൾ വായിച്ചിട്ട് അവളിങ്ങനെ എന്നെ കണ്ട ഉടനെ പെട്ടെന്ന് നെഞ്ചത്തോട് ഈ ബൈബിൾ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തായാലും ദൈവകൃപയാൽ അന്ന് അവിടെ ഇരുന്ന് എല്ലാവരോടും സുവിശേഷം പറയാൻ ദൈവം ഒരവസരം. അപ്പൊ അതൊരു വലിയ അത്ഭുതമാണ്. അപ്പൊ അതിൽ നിന്ന് 1-2 ഫാമിലി നമ്മുടെ ചർച്ചിലോട്ട് വരാനായിട്ടൊക്കെ ഇടയായി. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഒരു അത്ഭുതം. ഇനി ഒരു വിഷയം കൂടെ ദൈവം ചെയ്ത ഒരു അത്ഭുതം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ദൈവിക അത്ഭുതങ്ങളിൽ മാറിയിട്ട് ഞാൻ ഇവിടെ തായ്ലൻഡിലെ പ്രവർത്തനങ്ങൾ ഒരു വാക്ക് സൂചിപ്പിച്ച് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കാം. അപ്പൊ 2ാമത്തെ വിഷയം ഞങ്ങളുടെ ഇവിടെ ഒരു സിസ്റ്റർ വന്നു. അപ്പൊ അത് രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം സ്നാനപ്പെട്ടു. കാരണം ഇവിടെ പൊതുവെ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ആദ്യ തലമുറ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ നമ്മുടെ ആദ്യ തലമുറകൾ ഇവിടെ വരുന്ന എല്ലാവരും അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ ഒരു സഹോദരിക്ക് ഇവര് സ്നാനപ്പെട്ടെല്ലാം കഴിഞ്ഞപ്പോ ഇവരുടെ ശരീരം മുഴുവനും അങ്ങ് പുണ്ണായി. നമ്മൾ ഇയ്യോബിന്റെ കഥ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇയ്യോബിന്റെ കഥ ഇവിടെ കണ്ടു. കണ്ടിട്ട് അപ്പൊ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ഒരു സഹോദരി. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് എന്തോ പറയാൻ പറ്റും. അവർക്കൊരു വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒന്നും എന്ത് പറയുന്നേ, അവർക്ക് നേരെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോലും കൊറോണ വരുന്ന ആ ഒരു സമയത്തും കൂടെ ആയിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോലും പ്രത്യേകിച്ച് റൂം കൊടുത്തിട്ട് അതിനകത്തായിട്ടേക്കുന്നത്. അപ്പൊ നമ്മള് പാസ്റ്റർ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ എന്താ ഇവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല.
പക്ഷെ അവിടെ പോകുമ്പോൾ അവരെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. അവരെന്നോട് തിരിച്ചു വരുന്നത് വന്നിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടു വന്നു, ഒന്ന് വിശ്വാസമൊക്കെ പഠിച്ച യേശുവിനെ കുറിച്ച് അറിഞ്ഞ് സ്നാനപ്പെട്ടു, ആ ഒരു സംഭവം എത്തുന്നതേ ഉള്ളൂ. അവരെന്നോട് തിരിച്ചു പറയുന്ന ഒരു വാക്ക്, ഞാനും വൈഫുമായിട്ട് സംസാരിക്കും, എന്തോ പറയാൻ അവിടെ പോയിട്ട് നമുക്ക് എന്ത് പറയാൻ നോക്കും. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം അവരൊന്നും വിടുവിക്കുന്നില്ല. ഇത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ട്രീറ്റ്മെന്റ് നടത്തുന്നു. അത് ഡോക്ടേഴ്സിന് പറ്റിയ ചെറിയ അബദ്ധവും കൂടെയുണ്ട്. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം കിട്ടിയപ്പോൾ എന്തെങ്കിലും ഇവരെല്ലാം അങ്ങ് പഠിച്ചു, ഈ ശരീരത്തിൽ മൊത്തം പഠിച്ച് പല മരുന്നുകളും എടുത്തപ്പോൾ എല്ലാ മരുന്നും കൂടെ റിയാക്ട് ചെയ്തു ഫുൾ ശരീരം, എന്താ പറയുക, തല മുതൽ പാദം വരെ ഇങ്ങനെ ഫുൾ പുണ്ണ്, ഒരു സ്ഥലം പോലും ഇല്ല പുണ്ണില്ലാത്തത്. അങ്ങനെ പുണ്ണായിട്ട് അതിന് ഇവർക്ക് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചില്ല. ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഇത് മൊത്തം അടഞ്ഞു വരും. ഒരു തുണി ദേഹത്തിട്ട് കഴിഞ്ഞാൽ അത് മൊത്തം ഇതിങ്ങനെ ഒട്ടി ഇരുന്നിട്ട് അത് വലിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇളകി അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ഒരു വസ്ത്രം ഇടാൻ പറ്റില്ല. ഞങ്ങൾ ഇവരുടെ അടുത്ത് പോകുന്ന സമയത്ത് അവർ തിരിച്ച് എന്നെ പഠിപ്പിച്ചൊരു പാഠം, എന്റെ പാസ്റ്റർ എന്തിനാ വിഷമിക്കുന്നത്? അപ്പൊ ഇതെന്തോ നമ്മൾ അങ്ങോട്ടാ പറയണ്ടേ, സിസ്റ്റർ വിഷമിക്കണ്ട, ദൈവം വിടുവിക്കും കേട്ടോ എന്ന് പറയാനുള്ളതിന് പകരം അങ്ങോട്ട് പോയി ഇരുന്ന ഉടനെ അവർ തിരിച്ചു ചോദിക്കുക, പാസ്റ്റർ എന്തിനാ വിഷമിക്കണ്ടേ? പാസ്റ്റർ എന്നെ വിടുവിക്കാനൊന്നും പാസ്റ്റർ പ്രാർത്ഥിക്കല്ലേ, ഈ പരീക്ഷയിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം തരാൻ പ്രാർത്ഥിച്ചാൽ മതി. ഇത് കേട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്, പല സമയങ്ങളിൽ കണ്ണീരൊഴുകിയിട്ടുണ്ട്. കാരണം അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ ദൈവം ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക. പക്ഷെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഉപേക്ഷിച്ചു, പറഞ്ഞു ഇനി കൊറോണയൊക്കെയാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, കാരണം മരിച്ചതേ ഉള്ളൂ. വേറെ അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തോ ഈ സംഭവം? കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇന്ന് പോയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് പോയി അവരെ വീട്ടിൽ പോയി 10 മണി 12 മണി 2 മണിക്കൂർ രാവിലെ പോയിട്ട് ഉപവാസമായിട്ട് വന്നു പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അന്നേ ദിവസം ഒറ്റ ദിവസം കൂടെ ദൈവം വിടുവിക്കും. അപ്പൊ അത് ഒരു സംഭവം. കാരണം എന്നെ വിശ്വാസം പഠിപ്പിച്ച വിഷയം, ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. പക്ഷെ ദൈവം അവരെ വിടുവിച്ചു. അതൊന്ന്. രണ്ടാമതൊരു വലിയ സംഭവം ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ദേശം ഭയപ്പെടാനുള്ള ഒരു വിഷയം കൂടെ ഉണ്ടായി. ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഞങ്ങളുടെ ചർച്ചയിൽ ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന്, ഒരു ഭാഷയിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരിക. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഒരു ഭാഷക്കാർ ഇങ്ങനെ വന്നപ്പോ അതിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഇവരെല്ലാം നമ്മളെ വിട്ടു പോകുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത്, ഭാഷ ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് ഭാഷക്കാർ ഇങ്ങനെ ഒരുമിച്ച് വന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്തു, അവർക്കൊരു ചിന്തയുണ്ടായി, ഇവരെല്ലാം വിട്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ അവർ വലിയൊരു മന്ത്രവാദി, എവിടെ നിന്നോ ഇത്ര ദൂരെ നിന്ന് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് അവര് എല്ലാ വീടുകളിലും ഈ തേങ്ങയെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കി, ഞങ്ങൾ പോയത് കൊണ്ട് അവിടെ എല്ലാം മഞ്ഞളൊക്കെ തളിച്ച് അവിടെ എല്ലാം വീടെല്ലാം ശുദ്ധീകരിച്ച് അവരോട് പറഞ്ഞു, ഇനി അത്ഭുതം കാണണമെങ്കിൽ നിങ്ങൾ അവിടെ പോരുത്, ഇവിടെ വരാവും. അപ്പൊ ചർച്ചിൽ വന്ന് ഈ ആൾക്കാർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം അതിൻ്റെതായ കാര്യങ്ങൾ ദൈവം ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്യും. അതത് ഞായറാഴ്ച തന്നെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാം ദൈവം ചെയ്യും. ഏത് രോഗമായിട്ട് ആൾക്കാർ വരുന്നത് നമ്മൾ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അതത് സമയത്ത് വിടുവിക്കേണ്ടവരെ വിടുവിച്ച്, ദൈവം ചെയ്യേണ്ട പ്രവൃത്തി ദൈവം ചെയ്ത് ദൈവത്തിന് മഹത്വം എടുത്ത് ആ കാര്യങ്ങൾ അങ്ങ് നടന്നോളൂ. നമ്മൾ ആരാധനയും മറ്റു കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ സ്ഥിരം നടക്കുന്നുണ്ട്. പലരും സാക്ഷി പറയുന്നു, ദൈവം എങ്ങനെ വിടുവിച്ചു, എനിക്ക് കൈവങ്ങത്തില്ലായിരുന്നു, കൈവങ്ങി, അതെങ്ങനെ പല കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ചർച്ചിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം എന്ന് പറയുക, അത്ഭുതം കാണാൻ ഇനി പോരുത്, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എന്ത് അത്ഭുതവും കാണിക്കും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ആൾക്കാരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം അവിടെ നിന്ന്, അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് 2-3 ഫാമിലി, 1-2 ഫാമിലി ഞങ്ങൾക്ക് ആ സ്ഥലത്തുനിന്ന് കിട്ടി. അപ്പൊ അവർക്ക് പിന്നെ ആ ഏരിയ വിടണം, അവിടെ പിന്നെ നിൽക്കാൻ ഒക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതിൽ നിന്ന് ഇദ്ദേഹം അവിടെ നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്, അത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ചില വിഷയങ്ങൾ. അദ്ദേഹം അവിടെ നിന്ന് അനൗൺസ്മെന്റ് എടുത്തിട്ട്, നിങ്ങളെ ഈ ചർച്ചിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ, അതായത് പാസ്റ്ററെ 2 മാസത്തിനകത്ത് അദ്ദേഹം ഇവിടെ നിന്ന് ഭ്രാന്തനായിട്ട് ഇവിടെ നിന്ന് ഓടുന്നു, ഭ്രാന്തനാക്കും, അദ്ദേഹം ഭ്രാന്തനായിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി. അപ്പൊ ഇത് അറിഞ്ഞിട്ട് പുതിയ വിശ്വാസിയല്ലേ, അപ്പൊ നമ്മുടെ അവിടെ നിന്ന് 2-3 ഫാമിലികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, സ്ട്രോങ് ആയ ആൾക്കാർ, അവരിങ്ങനെ ഓടി വന്നിട്ട് പറയുക, പാസ്റ്റർ ഒന്ന് സൂക്ഷിക്കണം. അപ്പൊ ഞാൻ 21 ദിവസം കണ്ട് ഉപവാസമായിട്ടിരിക്കുക, ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടന്നിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇവര് വന്ന് പറയുന്നത്, പാസ്റ്റർ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് പറ്റി, അത് ഇന്നതുപോലെ അവരെല്ലാം ഞാൻ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരത്തില്ല, പക്ഷെ അവിടെ വന്ന ആള് അദ്ദേഹം ഭയങ്കര മന്ത്രവാദിയാണ്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ 2 മാസത്തിനകത്ത് ഇവിടെ നിന്ന് ഓടിക്കും. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒറ്റ വാക്കേ വന്നുള്ളൂ, സിസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞേരെ, അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചോണെന്നൊന്ന് പറഞ്ഞേരെ, നമുക്കൊന്നും പ്രശ്നമില്ല, സിസ്റ്റർ ടെൻഷൻ അടിക്കാതെ പൊക്കോളെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞ വിഷയം ഞാനങ്ങ് മറന്നു, ഞാൻ ഈ പറഞ്ഞ വിഷയവും മറന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു വാക്ക് പോലും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല. കാര്യം ഇത് മനസ്സിൽ നിന്ന് അങ്ങ് പോയി. കാര്യം ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്, ഒരുപാട് ഐലൻഡുകളിൽ പോകാനുണ്ട്, കാര്യങ്ങളുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ അങ്ങ് മറന്നുപോയി. അപ്പൊ അടുത്ത 2 മാസത്തിനകത്ത് ദൈവം ചെയ്തൊരു അത്ഭുതം, ഈ പറഞ്ഞ ആളിനെ ആ സ്ഥലത്ത് ദൈവം കൊണ്ടുവന്ന് അദ്ദേഹം ഭ്രാന്തനായി. ഈ മന്ത്രവാദി ഭ്രാന്തനായിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് മദ്യപിച്ചു. അദ്ദേഹത്തിന് തുപ്പലെല്ലാം ഇങ്ങനെ ഒലിപ്പിച്ച് ആ ഗ്രാമത്തിന്റെ ഗലികളിലൂടെ, ആ വഴികളിലൂടെ ഇങ്ങനെ നടന്നപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞൊരു സംഭവമുണ്ട്, ഇവിടെ ഇദ്ദേഹം അല്ലേ പറഞ്ഞ ആ പാസ്റ്റർ ഇവിടെ നിന്ന് ഓട്ടിക്കുമെന്ന്. അദ്ദേഹം അവിടെ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോണ്ട് ഈ പറഞ്ഞ മനുഷ്യ ഇതുവഴി ഭ്രാന്തനായിട്ട് നടക്കുക. പക്ഷെ ഇന്നും രാത്രികാലങ്ങളിൽ അവിടുത്തെ ആൾക്കാർ എന്നെ വിളിക്കും,
പാസ്റ്റർ ഒന്ന് വന്ന് എന്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അവരന്ന് ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഏരിയയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയൊരു സ്വീകാരമുള്ള ഒരു ഗ്രാമമാണ്. അപ്പൊ അങ്ങനെ ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവൃത്തികൾ ദൈവം ചെയ്ത് അങ്ങനെ ആലയത്തെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഈ ഐലൻഡുകളുടെ ഒരു പ്രവർത്തന രീതി ഇവിടെ പറയാം. ഞങ്ങൾക്ക് ഇവിടെ സിറ്റിയിൽ, സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ രീതിയിലെ സിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരെ ദൈവം തന്നിട്ടുണ്ട്. പലരും വരുന്നു, കുറച്ച് പേര് ട്രാൻസ്ഫർ ആയിട്ട് പോകും, വീണ്ടും വരും, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ 12th വരെയൊക്കെ സ്കൂളുള്ളൂ, ഗവൺമെന്റ് സ്കൂള്. ബാക്കി പിന്നെ ഞങ്ങൾക്ക് യൂത്ത് ഒന്നും അധികം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ യൂത്ത് ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ യൂത്ത് എല്ലാം പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയേ പറ്റും. അപ്പൊ അവർക്ക് പിന്നെ പഠിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ പറ്റത്തില്ല, അവർക്ക് പുറത്ത് പോയേ പഠിക്കണം. ഒന്ന് ഈ നാടുകളിൽ പോകണം, അല്ലെങ്കിൽ പോർട്ട് ബ്ലെയറിൽ പോകണം, അങ്ങോട്ട് പോയാൽ പഠിക്കാനൊക്കെ. അങ്ങനെ ഉള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞങ്ങളുടെ പ്രവർത്തന ശൈലി, ഞങ്ങളുടെ ഇതല്ലാതെ തന്നെ ഗ്രാമങ്ങളിൽ പ്രവർത്തനം. അപ്പൊ ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് നാട്ടിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ നാട്ടിലുള്ളത് പോലെ നമുക്ക് ചില ഗ്രാമങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വനത്തിനകത്തോടെ നമ്മൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ വഴികൾ കാണും വനത്തിനകത്ത്. അപ്പൊ ഇതിനകത്ത് കയറണം. ഇവിടെ വനം എന്ന് പറഞ്ഞാലും ആന മാത്രമേ ഉള്ളൂ. ആനയും പാമ്പും പഴുതാര ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ വന്യമൃഗങ്ങള്, പിന്നെ പന്നി, അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ക്രൂരമായ മൃഗങ്ങളൊന്നുമില്ല. അപ്പൊ ആനയൊക്കെ ചില സമയങ്ങളിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. അത് പിന്നെ പോകുന്നത് അവിടെ എവിടെയെങ്കിലും ശ്വാസം വിടാതിരുന്നോണം. അത് കഴിഞ്ഞാൽ അത് അതിന്റെ കാര്യം നോക്കി പോകും, നമ്മളെ കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഗ്രാമങ്ങളിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ നമ്മൾ ഈ ചെറിയ വഴിയിലൂടെ ഇങ്ങനെ നടക്കണം. നടന്ന് ചിലപ്പോൾ ഉള്ളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാമം അവിടെ കാണും. അവർക്ക് പൊതുസമൂഹമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ 1-2 സംഭവങ്ങൾ പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചില കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. 14 വയസ്സായ ഒരു മോളെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അപ്പൊ ആ ഹോസ്റ്റലില് നിൽക്കുന്ന ആ കുഞ്ഞിന് അവളെ ഇനി ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുക, അവൾ ഇതുവരെ സ്കൂൾ കണ്ടിട്ടില്ല, അവള് ബസ്സിൽ കയറിയിട്ടില്ല, അവളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവക്ക് 20 രൂപ നോട്ടും 10 രൂപ നോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയും. അവരിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. കാരണം ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈസയുടെ ആവശ്യമില്ല. അവർ പൈസയ്ക്ക് വേണ്ടി അവിടെ കൃഷി ചെയ്യുന്നു, അവിടെ താമസിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർ നമ്മളോട് ദേഷ്യപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്തോ, അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക, മീൻ പിടിക്കുക, കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുശ്ശീലം, ചെറുപ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ മദ്യപിക്കുകയും പാക്ക് ചവയ്ക്കുകയും ചെയ്തു തുടങ്ങും. അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. പോർട്ട് ബ്ലെയറിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത്, ബസ്സിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പോർട്ട് ബ്ലെയറിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അവരെ ഇങ്ങനെ ബസ്സിൽ കൊണ്ടുവരും. 2 മാസം കഴിയുമ്പോൾ അവരിങ്ങനെ കൊണ്ടുവരിക. ഈ കൊണ്ടുവരുന്ന സമയത്ത് ഈ ബസ്സിലിരുന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് അറിയാം ഈ ജർദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജർദ, അതായത് ഈ പാക്കിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മളെ പാൻപരാഗ് പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കും. അത് ക്യാൻസറിന്റെ ഭയങ്കര ഒരു വിഷയമാണ്. അപ്പൊ ഈ സാധനത്തിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഈ മുതിർന്നവർ ഈ കൊച്ചിന്റെ വായ്ക്കകത്തോട്ട് വെച്ചു. അത് ബോധം കെട്ട് കിടന്നങ്ങുറങ്ങും. വീണ്ടും ചിലപ്പോൾ ഈ 12 മണിക്കൂറത്തെ യാത്രയില്ലേ, 10 മണിക്കൂറത്തൊക്കെ യാത്രയാണ്. വീണ്ടും ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഈ കുഞ്ഞ് വീണ്ടും ഒന്ന് ഉണർന്നിട്ട് കരയും. വീണ്ടും ഇച്ചിരി കൂടെ എടുത്ത് തന്നെ വാക്യത്തിട്ട് വെച്ചു. അപ്പൊ ഇങ്ങനെ ഈ പ്രായം മുതലേ ഈ രീതിയിൽ പറഞ്ഞു. ഞാൻ 1-2 സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെങ്കൊച്ച് 1.5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, 1.5 വയസ്സ് 2 വയസ്സ് അത്ര അതിനകത്തേ ഉള്ളൂ. അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം, പാസ്റ്റർക്ക് ഒരു കാര്യം അറിയാം. ഞാൻ പറയുന്നത് അത് അവര് നമ്മളവർ ബഹുമാനിക്കുന്ന, നമ്മൾ ആ വീടുകളിൽ പോയി പ്രാർത്ഥിക്കുന്നുള്ളവർ, അവർ പറയുന്നത് ഈ പെൺകുട്ടി പിന്നെ ഞങ്ങള് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അവള് പാക്ക് റെഡിയാക്കി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവള് കഴിക്കുമെന്ന് ഭയങ്കര പ്രൗഡായിട്ട് പറയുക. അപ്പൊ ഈ ചെറുപ്രായം മുതലേ കുഞ്ഞുങ്ങളിതിന്, ഞാൻ വേറൊരു ഗ്രാമത്തിൽ പോയപ്പോ അവിടെ ഈ കൃഷിക്കാരെല്ലാം കൂടെ ഒരുമിച്ച് വന്നിരുന്നതിന് ശേഷം ഈ വൈകിട്ട് ഇവർക്ക് പൈസ വേണ്ട. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വൈകിട്ട്, അതായത് ഇപ്പൊ എനിക്കാണ് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ എന്റെ വീട്ടിൽ വരും, വന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് വൈകിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സംഭവം. അടുത്ത ആളിന് വരുമ്പോ അങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാമത്തിനകത്ത് നടക്കുന്നത്. അപ്പൊ ഇവര് പോയിട്ട്, അപ്പൊ ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയി അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ചിരിപ്പുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ കാണാം 3 വയസ്സായ ഒരു കൊച്ച് അതിന്റെ ഒരു ഗ്ലാസ് എടുത്തോണ്ട് ഇവർ ഈ ദേശീയ ഇതുണ്ടാക്കും, എന്താ ഇത് അരിയൊക്കെ ഇട്ടിട്ട് എന്താ ഇങ്ങനെ ചോറൊക്കെ ഇട്ട് ഇങ്ങനെ ദേശീയ ഒരു ഇതുണ്ടാക്കും, മദ്യം ഉണ്ടാക്കും. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മദ്യം. അപ്പൊ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുന്നു, അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഈ കുഞ്ഞും കൂടെ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് അവളുടെ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വന്ന് അവിടെ കൊണ്ടുവയ്ക്കുന്നു. 3 വയസ്സാണ് നിൽക്കണം, 3 വയസ്സ്. ആ പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു, അപ്പൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നു, മോളെടുത്ത് കുടിച്ചിട്ട് അവൾ ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോ അവിടെ പോയി മറന്നങ്ങ് വീഴുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ കുഞ്ഞ് വീണു. അപ്പൊ കുഴപ്പമില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ എണീറ്റ് അങ്ങ് പൊക്കോളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു വിഷയം, വളരെ നിസ്സാരമായിട്ടുള്ള വിഷയം. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ രീതിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര്
വലുതാകും തോറും ഇത് കുറയുകയല്ല. അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് മദ്യപിക്കുന്നത്, ഒരുമിച്ചിരുന്നാണ് പാക്കിയ വയ്ക്കുന്നത്, ഒരുമിച്ചാണ് അവർക്ക് അതൊരു തെറ്റായിട്ട് തോന്നില്ല. അപ്പൊ ഇവരെ ഈ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം ഇവരെ ഇതിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ദൈവത്തിനെ കൊണ്ട് മാറ്റേ പറ്റും. ഭയങ്കര എന്ന് പറഞ്ഞാൽ ചെറുപ്രായം മുതൽ ഇത് തുടങ്ങി വരുന്നതാണ് അങ്ങനെ ഒരു വിഷയം. പിന്നെ ഞങ്ങളുടെ ഈ വനത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരും, നമ്മൾ പഠിപ്പിക്കാൻ. പലർക്കും ആധാർ കാർഡില്ല, പലർക്കും റേഷൻ കാർഡില്ല, പലർക്കും ഒരു കാർഡും ഇല്ല. കാരണം ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ 13 വയസ്സൊക്കെ ആയപ്പോൾ വിവാഹം കഴിച്ചവരൊക്കെ ആയിരിക്കും, അപ്പുറം ഇപ്പുറം എന്നൊക്കെ വിവാഹം കഴിച്ച് അങ്ങനെ. അപ്പൊ ഇവരുടെ മക്കളെ നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോൾ പിന്നെ അപ്പനെ അമ്മ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് പിന്നെ അപ്പനെ അമ്മയുടെ ഇത് ചോദിക്കും. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നാ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അനേക കുഞ്ഞുങ്ങളെ ഇന്നും പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വസ്ത്രങ്ങൾ കൊണ്ടുപോകാറുണ്ട്, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങള് ഈ വള്ളത്തില് ചെറു വള്ളങ്ങളിൽ പോയിട്ട് അങ്ങനെ ഐലൻഡുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ആ പ്രവർത്തനങ്ങൾ, അതായത് അവിടെയുള്ള ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഈ എന്താ പറയുക കറണ്ടിൽ നിന്ന് വരുന്ന വെളിച്ചം കാണും, സ്പീക്കറിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ കറണ്ടില്ല, വെളിച്ചമില്ല, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് 2-3 ദിവസം അവിടെ താമസിച്ച് കടൽക്കരയിൽ കിടന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. പക്ഷെ അവിടെ ഇതിനെല്ലാം ഉള്ള ഇതൊക്കെ ചെയ്താലും ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ഒരിടത്ത് പോയെടുത്ത് തന്നെ 95 പേര്, 100 എത്ര പേര് വന്നെടുത്ത്, 103 104 ആൾക്കാർ വന്നെടുത്ത് 95-ലധികം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു ഒരുമിച്ച്. അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. പക്ഷെ പിന്നെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വള്ളം നമ്മൾ ബുക്ക് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നമുക്ക് പോകുന്നതിന് 5000-ലധികം രൂപ ചെലവാണ്. അപ്പൊ ഇത് 3-4 സ്ഥലങ്ങളിൽ നമുക്ക് ഒരു മാസം പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എഫേർട്ട് ചെയ്യാൻ പറ്റാതെ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ അതങ്ങ് ക്യാൻസൽ ആവും. പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് സുവിശേഷം അറിയിക്കുന്നു, ഫോളോ അപ്പ് നമുക്കൊണ്ട് നടക്കത്തില്ല. ഇത് മാത്രമല്ല, ഈ ഏരിയകളിലെല്ലാം ഇങ്ങനെ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ വാടകയ്ക്ക് എടുത്തുകൊണ്ടൊക്കെ പോകുന്ന സ്പീക്കർ കാര്യങ്ങളൊക്കെ, അപ്പൊ അതിൻ്റെതായ കാര്യങ്ങള്, വാഹനം, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് പല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ. ഇന്നത്തെ പോലെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല, വലിയ പ്രശ്നങ്ങളോ ഉണ്ട് അതൊരു സൈഡിലുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് പോലത്തെ അത്ര വലിയ ഒരു വിശാലമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. പക്ഷെ ഈ പ്രവർത്തിക്കാൻ പറ്റിയ നല്ല സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പ്രേക്ഷകരോടൊക്കെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ആൻഡമാൻസിൽ വരണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വരിക, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണുക. കാരണം കാരണം ഞങ്ങളെയൊന്നും ആരും ഫോൺ പോലും ചെയ്യത്തില്ല, സത്യസന്ധമായിട്ട് പറയും. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അയ്യോ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അതൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും നടക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ എല്ലാവരും പറയുന്നത്, പ്രേക്ഷകരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണാം, പല സ്ഥലങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തനത്തിന് വരാം, അതൊക്കെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് ദൈവപരിവിടെ വന്ന് ഞാൻ 10-16 വർഷം കൊണ്ട് ഞാൻ 13 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ അങ്ങനെ എന്തപ്പോ ഒരു പെട്ടെന്ന് ഇനി ഇവിടെ തന്നെ ജീവിക്കണം, ഇവിടെ തന്നെ മരിക്കണം എന്നൊക്കെ ആ ഒരു ആഗ്രഹം, ഒരു ആവേശമൊക്കെ വന്നപ്പോ എനിക്കുണ്ടായിരുന്ന എല്ലാ വസ്തുവും ഞാൻ വിറ്റതിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ ആദ്യം ദൈവാത്മാവിന്റെ ഒരു നടത്തിപ്പായിരുന്നു. ഞങ്ങളൊരു ഗ്രാമത്തിൽ ഇതുപോലെ ഒരു ഐലൻഡിൽ പോയി, വള്ളമൊക്കെ പിടിച്ചാ പോകുന്നത് ഒത്തിരി ദൂരെ. അപ്പൊ അവിടെ പോയിരുന്ന സമയത്ത് ഞാൻ എന്റെ അമ്മയെ കണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു കിണറില്ല വെള്ളം കുടിക്കാൻ. അപ്പൊ ഞങ്ങള് തൊട്ടടുത്ത ഗ്രാമത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പോയപ്പോ അവിടെ ഒരു കൊച്ചു കിണർ ഈ വനത്തിനകത്ത് കുഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഞങ്ങള് കുടിവെള്ളത്തിന് വേണ്ടി അവിടെ പോവാം, കുടിവെള്ളത്തിന് ഇച്ചിരി ഒന്നും ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനകത്ത് ഈ വണ്ണത്തിലൊരു പാമ്പ് കിടക്കുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങളെ കൊണ്ടുപോയി അവരോട് ചോദിച്ചു, ഇതെന്തോ ഇങ്ങനെ പാമ്പ് കിടക്കുന്നത്? അയ്യോ, അത് അതിന്റെ വീടാ, നമ്മളെ അതിക്രമിച്ച് അവിടെ പോകുന്നത്, വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ പോകും, അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചു വേണം. പക്ഷെ ഈ പാമ്പ് കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക, പക്ഷെ വെള്ളം കുടിച്ചു, ആ വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിച്ച്. അപ്പൊ തൊട്ടടുത്ത ഗ്രാമത്തിൽ വന്നപ്പോൾ അവിടെ ഇതുപോലെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഴുക്ക് വെള്ളം ഈ മൃഗങ്ങളും കുടിക്കുന്നതും എല്ലാം ഇതിനകത്താ പോകുന്നത്. ആ വെള്ളമാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ വരെ കുടിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ദേഹം മൊത്തം ഇങ്ങനെ പരുക്കളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ഷൂവും മറ്റു കാര്യങ്ങളും ഇങ്ങനെയുള്ള എന്താ പറയുന്നത് തുണികളും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. അപ്പൊ അന്ന് ദൈവാത്മാവ് ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാക്കി, ഇവിടെ ഒരു കിണർ കുഴിച്ചു കൊടുക്കണം. അങ്ങനെ നാട്ടിൽ നിന്ന് വസ്തു വിറ്റുകൊണ്ടിട്ട് ആദ്യം ചെയ്തൊരു നല്ല ദൈവമായിട്ട് ചെയ്യിച്ച ഒരു കാര്യം, അവിടെ ഒരു കിണർ കുഴിച്ച് അത് നല്ല രീതിയിൽ ഒന്ന് റിങ്ങൊക്കെ ഇട്ട് റെഡിയാക്കി ആൾക്കാർക്ക് വേണ്ടി, ആ ഗ്രാമത്തിന് വേണ്ടി കൊടുക്കാൻ ദൈവം സഹായിച്ചു. തുടർന്ന് വന്നതിന് ശേഷം ഒരു ചെറിയ സ്ഥലം മേടിച്ച് അവിടെ ഒരു വീടിന്റെ പണികൾ ഇങ്ങനെ ക്രമീകരിച്ച് ഇപ്പൊ ഷീറ്റൊക്കെ ഒന്ന് ഇട്ട് കേട്ടോ. ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഷീറ്റൊക്കെ ഇട്ട് അതിന്റെ ഇനി ഒത്തിരി പണികൾ അതിന്റെ അകത്തിനിയുണ്ട്, പൂശും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരുപാട് പണികളുണ്ട്. അപ്പൊ അതിനോർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എത്രയും വേഗം തന്നെ ആ കാര്യം വീടിന്റെ പണികൾ ഒരു പരുവായപ്പോ തന്നെ ഇതെല്ലാം ഓക്കെ ആയി നമ്മുടെ ബഡ്ജറ്റ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് ഒരു ഷിപ്പ് ഒന്നില്ലേ, ഇവിടെ ഭക്ഷണം പോലും ക്യാൻസലാണ്. കാരണം ഇവിടെ അരിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും,
അതല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ക്യാൻസൽ ആവും. കാരണം അങ്ങനെയുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും കോസ്റ്റ് കൂടുതൽ. ഇവിടെ എഫേർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഡിഗ്ലിപ്പൂർ പ്രത്യേകിച്ച് പോർട്ട്ബ്ലെയറിൽ പിന്നെ നമുക്ക് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം ഡിഗ്ലിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവിടെ നിന്ന് ട്രക്കിലൊക്കെ ഇങ്ങ് വരണം. പോർട്ട്ബ്ലെയർ വരെ സാധനം അവൈലബിൾ ആയിട്ട് കിട്ടിയാൽ പോലും ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ വീട് പണി ഒരു വല്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ നിന്നു, പിന്നെ അത് തുടങ്ങി, വീണ്ടും നിന്നു, അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ദയവായിട്ട് ഞാൻ പ്രേക്ഷകരുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ദൈവം അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്റെ വൈഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനുള്ള പ്രത്യേക നന്ദി, ആരോമ ചാനലിനോടുള്ള പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷം. അപ്പോ എന്നെ ദൈവം ഇവിടെ എന്തായാലും അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്യുന്നു. ഒത്തിരി ഗ്രാമങ്ങളുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇനിയും പ്രവർത്തിക്കാൻ. ഒരുപാട് ഐലൻഡുകളിൽ ഇനി പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കുക ആൾക്കാർ വരണമെന്ന് പറഞ്ഞു. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഓക്കെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വച്ചേക്കുക. അപ്പൊ ദയവായിട്ട് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, ആർക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾ വന്ന് കാണണം പ്രവർത്തനം. അതാ എന്റെ ഒരു ആഗ്രഹം. കാര്യം ആൾക്കാർക്ക് വന്ന് കാണാം, ആർക്കും വന്ന് കാണാം. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണിനെ ഞാൻ ക്ഷണിക്കുക. നിങ്ങൾക്ക് ഗുജറാത്തിൽ നിന്ന് ആൻഡമാനിലോട്ടൊക്കെ വരിക പാസ്റ്റർ, പ്ലീസ്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ അവസരത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവ് അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാൻ, അങ്ങയുടെ മഹത്വം കർത്താവെ കാണുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർത്താവ് അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവെ. ഈ സാക്ഷ്യത്തോടെ ഒരാളിനെങ്കിലും കർത്താവെ ദൈവം അവരിൽ ഒരു അത്ഭുതം ചെയ്താണ് കർത്താവ്, അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. ചിലരുടെ വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. ചിലരെ ദൈവം കർത്താവ് വീണ്ടും അങ്ങ് എഴുന്നേൽപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളും വളരെ ശക്തമായി ഒന്ന് വ്യത്യാസപ്പെടട്ടെ കർത്താവ്. അങ്ങ് അനുഗ്രഹിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്ത് മാനിച്ചാട്ടെ, തിരുകൃപയിൽ മറയ്ക്കണം, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജോയ്. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നല്ല നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കന്മാർക്ക് ഒരുപാട് മക്കൾ ഒന്നുമില്ലായിരുന്നു, ഒരേ ഒരു മകൻ, ആണും പെണ്ണുമായിട്ട്. ആ മകനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട, കർത്താവിൻ്റെ വേലയ്ക്ക് നിയോഗിക്കപ്പെട്ട ആ നല്ല മനസ്സിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. കേരളം എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്ത് വേണമെങ്കിൽ സുവിശേഷ വേല ചെയ്യാമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷ വേലയ്ക്കായിട്ട് കർത്താവ് ഞങ്ങളെ അയച്ചു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് കർത്താവിൻ്റെ ദാസൻ റിജോയിയെ ദൈവം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. അത് പ്രവിശ്യകളാണ്, അല്ലെങ്കിൽ വലിയ ഓരോ ഭൂഖണ്ഡം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഓരോ ദ്വീപുകളാണ്. അതിൽ പലയിടങ്ങളിലും ഇന്നും മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങൾ, വനം നിഗിഡമായ ഇടങ്ങൾ, ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന അപരിഷ്കൃതരായ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ, വിദ്യാഭ്യാസമോ വാഹന സൗകര്യമോ വൈദ്യുതിയോ ചികിത്സാ സൗകര്യങ്ങളോ മറ്റ് ആധുനികതകളായിട്ടുള്ള യാതൊരു വിധമായ കാര്യങ്ങളും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരുപാട് ജനസമൂഹങ്ങൾ പാർക്കുന്ന ഒരു ദേശത്തേക്ക് ഇന്നും പൗരാണികത കാത്തു സൂക്ഷിക്കുന്ന, അമ്പും വില്ലും ഉപയോഗിക്കുന്ന, വസ്ത്രമില്ലാത്ത,
ജനങ്ങളുടെ ഇടയിൽ, വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത അപരിഷ്കൃതരായ ആളുകളുടെ ഇടയിൽ മദ്യം, അതുപോലെ ലഹരി വസ്തുക്കൾ, പ്രകൃതിയോടിണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളുടെ നടുവിൽ കാൽവരി ക്രൂശിലെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി, നിത്യരക്ഷയുടെ ആ ഒരു സന്ദേശവുമായി, ദൂതുമായി ഒരു വ്യക്തിക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മുന്നമേ തന്നെ ആ വ്യക്തിയെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചത് കൊണ്ടാണ്. ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുന്നമേ ഒരു മിഷണറി ദൗത്യവുമായിട്ട് അവിടെ ഒരു ദ്വീപിൽ കടന്നു വന്ന ഒരു മിഷണറിയെ അവിടെയുള്ള ജനങ്ങൾ അമ്പ് ചെയ്ത് കൊല്ലുവാൻ ഇടയായി തീർന്ന സംഭവം ഒക്കെ ലോകം ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ പാർക്കുന്നവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കുഷ്ഠരോഗം പോലെയുള്ള മാറാത്ത രോഗികൾ ഒക്കെ ഉള്ള സ്ഥലത്ത് കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹം വിതയ്ക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിക്കുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ ഒക്കെ എല്ലാം വേണ്ടെന്ന് വെച്ച് അതിനെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കി ആ ക്രൂശിൻ്റെ പാത, ആ കഷ്ടതയുടെ പാത കർത്താവ് ഏൽപ്പിച്ചു. സ്തോത്രം. ദൈവഭൃത്തിന് അത് സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിത പങ്കാളിയായി കൂട്ടിന് തന്ന കർത്താവിൻ്റെ ദാസിയെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ നല്ല ഭാവിയും ദൈവത്താൽ ധന്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളൊക്കെ ഇന്ന് വിദ്യാസമ്പന്നരും നല്ല മെച്ചപ്പെട്ട നിലവാരവും വഹിക്കുന്നവരൊക്കെ ആയിത്തീർന്നത്, അവരെ ഈ നിലയിലേക്ക് ഇന്ന് കൊണ്ടുവന്നത് സുവിശേഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഇന്ന് നല്ല നിലയിൽ മെച്ചപ്പെട്ട ആധുനിക ജീവിതം നയിക്കാനൊക്കെ ഇന്ന് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത് സുവിശേഷമാണ്. ആ സുവിശേഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ജനങ്ങളെയും മാറ്റും. അവരിലേക്ക്, അവരുടെ ഇരുള് നീങ്ങി വെളിച്ചത്തിലേക്ക് അവർക്കും വരുവാൻ ഒരവസരം കർത്താവ് കൊടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ദാസൻ റിജോയിയെയും കുടുംബത്തെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ വിശ്വസ്തയോടെ അവസാന ശ്വാസം വരെയും ആ ദേശത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കത്തിശോഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദേവാസന ഓർപ്പിച്ചു, നാട്ടിലുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ വിറ്റ് ആൻഡമാൻ നിക്കോബാറിൽ വസ്തു വാങ്ങിച്ച് അവിടെ വീടിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചർച്ചിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നല്ല ഒരു ആത്മീയ കൂട്ടായ്മ നിലവിൽ അവിടെ ഉണ്ട് എന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. ഇനിയും അത് വർദ്ധിച്ചു വരട്ടെ. എല്ലാ നിലയിലും, എല്ലാ അർത്ഥത്തിലും അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. അനേക ദൈവഭൃത്യന്മാരെ, മിഷണറിമാരെ ദൈവം ആ ദേശത്തേക്ക് അയക്കട്ടെ. ആ ദേശത്ത് നിന്ന് തന്നെ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് അരോമ ടിവിയുടെ മാന്യപ്രേക്ഷകർ കേട്ടുകൊണ്ടിരുന്ന അനുഗ്രഹീതമായ ഈ സാക്ഷ്യം നിങ്ങൾ തികച്ചും സാധാരണ കേൾക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളും ഓർമ്മകളും സാക്ഷ്യങ്ങളും കേൾക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു സ്ഥലമോ ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ തിരഞ്ഞെടുത്താൽ ദൈവം അവിടേക്ക് ചില വ്യക്തികളെ അയക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും അതിന് തയ്യാറായില്ല എന്ന് വരുമ്പോൾ മറ്റു ചിലരെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീരും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്കും നല്ലൊരു അവസരമുണ്ട്. നിങ്ങളുടെ ആയുസ്സിൽ പറ്റുമെങ്കിൽ ഒരു തലമുറകളിൽ ആരെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ പോകുവാൻ കഴിയുമെങ്കിൽ ഈ ദ്വീപസമൂഹങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കൂ. അവിടെ സുവിശേഷം പറയൂ. ഒരാത്മാവിനെയെങ്കിലും നിത്യതയ്ക്കായിട്ട് ഒരുക്കുവാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. ആയത് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവർ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. സംബന്ധിക്കുക. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷിയാൽ കർത്താവിൻ്റെ ദാസൻ റിജോയ്ക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com